ഇന്നത്തെ പരിപാടിക്ക് സ്വാഗതം ആശംസിച്ച ശ്രീ അലിയാർ മാസ്റ്റർ, ഇന്ന് നമ്മൾ പുസ്തകം ചർച്ച ചെയ്യുന്ന ശ്രീ മനോജ് വെങ്ങോല, നഗരസഭ ചെയർമാൻ ശ്രീ ബിജു ജോൺ ജേക്കബ്, ഏറെ ആദരണീയനായ പ്രിയപ്പെട്ട ഡോക്ടർ കെ എൻ ഉണ്ണികൃഷ്ണൻ സർ, ഈ പരിപാടിക്ക് ശേഷം നമ്മുടെ ചാക്യാർകൂത്ത് അവതരിപ്പിക്കാനായി എത്തിച്ചേർന്നിരിക്കുന്ന എത്രയും പ്രിയപ്പെട്ട എടനാട് രാജൻ നമ്പ്യാർ സർ അടക്കമുള്ള പ്രിയപ്പെട്ട ജനപ്രതിനിധികളെ, വായനക്കൂട്ടത്തിലെ പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും നമസ്കാരം. ഏറെ സന്തോഷത്തോടെയും അതിലേറെ അഭിമാനത്തോടെയുമാണ് അക്ഷരപ്പെരുമയുടെ ഈ 10ാം പതിപ്പിൽ ശ്രീ മനോജ് വെങ്ങോലയുടെ പുസ്തകം പരിചയപ്പെടുത്തുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം, അക്ഷരപ്പെരുമയുടെ 2ാമത് പുരസ്കാരം നേടിയത് മനോജ് വെങ്ങോല എന്ന എഴുത്തുകാരനാണ്. അദ്ദേഹം പെരുമ്പാവൂർ യാത്രീ നിവാസ് എന്ന പേരിൽ എഴുതിയ പുസ്തകത്തിനാണ് അക്ഷരപ്പെരുമ 2ാമത് പുരസ്കാരം നൽകിയത് എന്നതും ഏറെ സന്തോഷം നൽകുന്ന കാര്യമാണ്. എന്നിരുന്നാലും നമ്മളെപ്പോഴും പെരുമ്പാവൂരിൽ എല്ലാവരും പറയും മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ല എന്ന് പറയാറുണ്ട്. ഒരുപക്ഷെ മനോജ് വെങ്ങോല എന്ന എഴുത്തുകാരനെയും അദ്ദേഹം ശ്രദ്ധേയമായ കഥകളിലൂടെ നമുക്ക് മുമ്പിൽ വന്നു നിന്നപ്പോഴാണ് മനോജ് വെങ്ങോലയിലുള്ളയാളാണ്, പെരുമ്പാവൂരുകാരനാണ് എന്ന ഒരു തിരിഞ്ഞു നോട്ടം ഓരോ ആസ്വാദകനും നടത്തി തുടങ്ങിയത് എന്നത് ഖേദകരമായൊരു കാര്യമാണ്. എങ്കിലും തൻ്റേതായ ഒരു ഇടം കണ്ടെത്താൻ അദ്ദേഹം നടത്തിയിരിക്കുന്ന ശ്രമങ്ങൾ അത് വേദികൾ തേടി പോവുകയോ അല്ലെങ്കിൽ ആൾക്കൂട്ടത്തിൽ ഒരാളായി ഇരുന്നു കൊണ്ട് അദ്ദേഹം തൻ്റെ എഴുത്തിനെ അതിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. കാരണം മലയാളത്തിലെ മികച്ച കഥാകൃത്തുക്കളിൽ ഒരാളായി അറിയപ്പെടുകയും മാധ്യമ പ്രവർത്തകനായിരിക്കുകയും മീഡിയ സിറ്റി എന്ന ചാനലിൻ്റെ എക്സിക്യൂട്ടീവ് എഡിറ്ററായിട്ടിരിക്കുമ്പോഴും ഇംഗ്ലീഷിലും ജേർണലിസം ആൻഡ് മാസ് കമ്മ്യൂണിക്കേഷനിലും ബിരുദാനന്തര ബിരുദങ്ങൾ നേടിക്കൊണ്ട് അദ്ദേഹം ഏതാണ്ട് 20 വർഷത്തോളമാണ് മംഗളം പബ്ലിക്കേഷൻസിൽ എഡിറ്ററായി ജോലി ചെയ്തത്. ആ കാലയളവിൽ ഏതാണ്ട് അതേ പ്രസിദ്ധീകരണം വായിക്കുന്നവർക്ക് മനസ്സിലാകും, നിരവധിയായ പേരുകളിൽ തൂലികാനാമങ്ങളിൽ അതേ ആളുടെ കഥകൾ, വളരെ പ്രഗത്ഭരായവരുടെ പേരുകളിൽ പോലും ആ കഥകൾ വന്നിട്ടുണ്ട്. അത് വായിച്ചിട്ടുമുള്ള ആളെന്ന നിലയ്ക്ക് നിരവധി പ്രാവശ്യം ഇങ്ങനെ ആ സമയത്ത് എഴുതിയിരുന്ന ഇന്നയാളെ അറിയുമോ എന്ന് ചോദിക്കുമ്പോൾ അത് ഞാനായിരുന്നു എന്ന് കേൾക്കേണ്ടി വന്ന ഒരു വായനക്കാരിയെ നമ്മൾ എങ്ങനെ കാണുന്നു എന്ന് അത്രയും അത്ഭുതത്തോടെ കണ്ടിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു. ഇന്ന് അദ്ദേഹം എത്ര കൃതികൾ എഴുതിയിട്ടുണ്ടെന്ന് ചോദിക്കുമ്പോൾ വെയിൽ വിളിക്കുന്നു എന്ന് തുടങ്ങുന്ന പഴയ പുസ്തകം മുതൽ നമ്മളെപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, കേൾക്കാത്ത ഈണങ്ങൾക്കാണ് കേട്ട ഈണങ്ങളെക്കാൾ കൂടുതൽ മാധുര്യമുള്ളത് എന്ന് പറയുന്നത് പോലെ നിരവധിയായ കഥകൾ, ഏതാണ്ട് 10-30ഓളം സൃഷ്ടികൾ അദ്ദേഹം എഴുതുകയും എഴുതിയതിന് ശേഷം നശിപ്പിച്ചു കളയുകയും ചെയ്ത ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ വായിക്കാതെ പോയ ആ കഥകൾ എങ്ങനെയാണ് ഈ കാലത്തെയും ദേശത്തെയും ചരിത്രത്തെയും അടയാളപ്പെടുത്തിയത് എന്ന് ഏറെ വേദനയോടെ മാത്രമേ നമുക്ക് പറയാനാവുകയുള്ളൂ. പൊറളും പായ എന്ന് പറയുന്ന പുസ്തകങ്ങളെക്കുറിച്ചും മനുഷ്യരെക്കുറിച്ചുമുള്ള ഓർമ്മ പുസ്തകവും ഒക്കെ വായിക്കുമ്പോൾ എങ്ങനെ ആയിരിക്കണം ഒരു എഴുത്തുകാരൻ എന്ന് നമുക്ക് തിരിച്ചറിയാനാകുന്നു. സൂക്ഷ്മമായും സ്ഥൂലമായും നിരീക്ഷണ ബുദ്ധിയോടെ അനുഭവങ്ങളിലേക്ക് തുറന്നു വെച്ച ക്യാമറകളാണ് ഒരു എഴുത്തുകാരൻ്റെ കണ്ണുകളെന്ന് അദ്ദേഹം പറയാതെ പറയുന്നത് തൻ്റെ എഴുത്തിലൂടെ തന്നെയാണ്. പറയപ്പതിയും പൊറളും പെരുമ്പാവൂർ യാത്രീ നിവാസും ഇരുമ്പമ്പുളിയുമൊക്കെ ആ പേരുകളിൽ നിന്ന് തന്നെ മനുഷ്യൻ്റെ അസ്തിത്വത്തോട് അടുത്ത് നിൽക്കുന്ന കഥകളായി തന്നെയാണ് നമ്മൾ കാണുന്നത്. പെരുമ്പാവൂർ യാത്രീ നിവാസിലേക്ക് വരുമ്പോൾ ഇതാണ് ആ പുസ്തകം. മാതൃഭൂമി ബുക്സ് പുറത്തിറക്കിയ പെരുമ്പാവൂർ യാത്രീ നിവാസ് എന്ന പുസ്തകം 190 രൂപയാണ് ഈ പുസ്തകത്തിന് വില. ഒപ്പം തന്നെ 9 കഥകളാണ് ഈ പുസ്തകത്തിലുള്ളത്. ഒരു മനുഷ്യനൊരു കാത്തിരിപ്പ് കേന്ദ്രമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് പ്രിയപ്പെട്ട എഴുത്തുകാരൻ ശ്രീ വിനോദ് കൃഷ്ണ ഈ പുസ്തകത്തിന് ഒരു ആസ്വാദനം എഴുതിയിരിക്കുന്നത്. ഈ കഥകളിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന ആദ്യത്തെ കാര്യം, ഇത് നോക്കിയാൽ അറിയാം, പെരുമ്പാവൂർ യാത്രീ നിവാസ് എന്ന് പറയുന്ന ബസ് കാത്തിരിപ്പ് കേന്ദ്രം ഏത് എന്ന് പെരുമ്പാവൂരിലിരിക്കുന്ന ആർക്കും പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. അവിടെ ഒരു മൂലയിലേക്ക് ചുരുട്ടി കൂട്ടിയിട്ടിരിക്കുന്ന ഈ ഒരു വേസ്റ്റ് പേപ്പറാണ്
അതിലെ കഥാതന്തുവായ മനുഷ്യനായി നമുക്ക് മുമ്പിൽ നിൽക്കുന്നത് എന്ന്. ഓരോ മനുഷ്യരും എത്രത്തോളം അങ്ങനെ അകറ്റി നിർത്തപ്പെടുന്നു അല്ലെങ്കിൽ ഒറ്റപ്പെടുന്നു എന്ന തിരിച്ചറിവ് ഈ കഥയിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നുണ്ട്. 9 കഥകളും 9 ജീവിത സാഹചര്യങ്ങളെ വിടർത്തി വയ്ക്കുമ്പോഴും നമുക്ക് മുമ്പിൽ മനസ്സിലാകുന്ന നിരവധി കാര്യങ്ങളിൽ ഒന്നാണ് നടപ്പ് രീതികളെ ചോദ്യം ചെയ്യുന്ന കഥകൾ എന്ന് നമുക്ക് പറയാം. ഓരോ കഥാപാത്രങ്ങളെ എടുക്കുമ്പോഴും എഴുത്തുകാരെ കുറിച്ച് പറയുമ്പോൾ സാധാരണ എല്ലാവരും പറയും ചെറിയൊരു ഭ്രാന്തിൻ്റെ അംശം എല്ലാ എഴുത്തുകാരുടെ ഉള്ളിലും ഉണ്ടാവുന്നു. ഭ്രാന്ത് എന്ന വാക്കിനേക്കാൾ ഉന്മാദം എന്ന വാക്കിനെയാണ് ചേർത്ത് വയ്ക്കാനാവുക. അതുകൊണ്ട് തന്നെ മനോജ് വെങ്ങോല എന്ന കഥാകൃത്തിനെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം കഥ എഴുത്തുകാരൻ എന്നതിനേക്കാൾ ഉപരിയായി കഥ പറച്ചിലുകാരൻ എന്ന് പറയേണ്ടി വരുന്നു. കഥ പറയുക എന്ന വലിയ സിദ്ധി ഓരോരുത്തർക്കും ജന്മസിദ്ധമായി ലഭിക്കുന്നതാണ്. വാൽമീകി തൻ്റെ ആത്മാവിഷ്കാരത്തിനായി സൃഷ്ടികൾ നടത്തുന്നു. ഷെഹ്റാസാദ് കഥ പറഞ്ഞുകൊണ്ടേയിരുന്നത് 1001 രാവുകളോളം തുടരുന്ന കഥ പറഞ്ഞുകൊണ്ടിരുന്നത് തൻ്റെ ജീവൻ നിലനിർത്താൻ വേണ്ടിയായിരുന്നു. അധ്യാപകരായ അല്ലെങ്കിൽ ഗുരുക്കന്മാർ എഴുതിക്കൊണ്ടേയിരിക്കുന്നത് ശിഷ്യഗണങ്ങളെ തങ്ങളുടെ കൃത്യമായ ജീവിതരേഖ മാർഗനിർദ്ദേശം നൽകുന്നതിന് വേണ്ടിയാണ്. ഇവിടെ ഒരു മനുഷ്യൻ കഥ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. ആ വാക്കുകളെ നമ്മൾ ഓർത്തു വയ്ക്കുക. മനുഷ്യൻ, ഒരു മനുഷ്യൻ കഥ എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ തൻ്റെ നിസ്സഹായതയെ, തനിക്ക് പറയാൻ ചെയ്യാൻ പറ്റാതെ പോകുന്ന നിസ്സഹായമായ അവസ്ഥകളെ, സ്നേഹത്തെ, കരുണയെയൊക്കെ എങ്ങനെ തൻ്റെ കൃതികളിലേക്ക് സന്നിവേശിപ്പിക്കുന്നു എന്ന് നമുക്ക് തിരിച്ചറിയാനാകുന്നത് കഥാപാത്രങ്ങളിൽ നിന്നാണ്. നമുക്കെല്ലാവർക്കും സുപരിചിതമായ യാത്രീ നിവാസ് എന്ന് പറയുന്ന ഒരു ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിനകത്ത് ഒരു മനുഷ്യനെ എങ്ങനെ ഇത്തരം ഒരു പേപ്പറിനോട് ചുരുട്ടിക്കൂട്ടിയ ഒരു പേപ്പറിനോളം നിസ്സഹായ അവസ്ഥയിൽ നിൽക്കേണ്ടി വരുന്ന ഒരവസ്ഥയാണ് പെരുമ്പാവൂർ യാത്രീ നിവാസ് എന്ന കഥ പറഞ്ഞു പോകുമ്പോൾ നമുക്ക് മനസ്സിലാവുക. അവിടെ ഒരു ദേശത്തിൻ്റെ പെരുമ, ചരിത്രം, പാരമ്പര്യം, പൈതൃകമൊക്കെ ഒരുമിച്ച് ചേർക്കാൻ നിരവധിയായ കഥാപാത്രങ്ങളെ നമുക്ക് ആ കഥയിൽ കാണാൻ സാധിക്കും. നേരത്തെ പറഞ്ഞ സ്നേഹത്തിൻ്റെയും നിസ്സഹായതയുടെയും ആർദ്രതയുടെയും ഒക്കെ ആൾരൂപങ്ങളായ ബാവക്ക എന്ന് പറയുന്ന മനുഷ്യൻ അവിടെ ചായ വിറ്റുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. ചായ വിൽക്കുന്ന അയാൾക്ക് മുമ്പിലേക്ക് കടന്നു വരുന്ന കഥാപാത്രങ്ങളെ പലപ്പോഴും നറേറ്റ് ചെയ്തുകൊണ്ട് പറഞ്ഞു തരിക. നമുക്ക് കഥാകൃത്ത് അതിനകത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഭാവക്കയിലൂടെ നമുക്ക് പറഞ്ഞു തരാനാകും. പക്ഷേ സ്വന്തം നിസ്സഹായ അവസ്ഥ അവസാന നിമിഷം വരെ കഥ പറഞ്ഞു തന്നുകൊണ്ടിരിക്കുന്നയാൾ തന്നെയാണ് തൻ്റെ നിസ്സഹായാവസ്ഥ വെളിപ്പെടുത്തുന്നത് എന്ന് വരുന്ന അവസ്ഥയിലാണ് ഈ പറയുന്ന ഉന്മാദം എന്ത് എന്ന് നമ്മൾ തിരിച്ചറിഞ്ഞു പോകുന്നത്. അവിടെ കഥാകൃത്തും എഴുത്തുകാരനും വഴിപോക്കരും അയാൾ പരിചയപ്പെടുത്തിയ കഥാപാത്രങ്ങളുമൊക്കെ യാത്രീ നിവാസ് എന്ന് പറയുന്ന ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിൽ നിന്ന് കടന്നുപോയി കഴിഞ്ഞിട്ടും വായനക്കാരൻ അതേ ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിൽ മണിക്കൂറുകളോളം നിശ്ചലനായി നിറഞ്ഞ കണ്ണുകളോടെ നിൽക്കുന്നത് കാണണമെങ്കിൽ ആ കഥയിലേക്ക് നിങ്ങൾ കടന്നു വരിക തന്നെ വേണം. ബാവക്ക മാത്രമല്ല അവിടെ വരുന്നത്. നമ്മുടെ കോടതി സമുച്ചയം എങ്ങനെയാണ് കഥയിലേക്ക് കടന്നു വരുന്നത് എന്ന് നോക്കാം. അവിടെ പറയുന്നത് വളരെ മനോഹരമായ കാര്യങ്ങളാണ്. അതായത് നിയമം എന്നത് തെറ്റിക്കാനുള്ളതാണെന്നും ജീവിതം എന്താണ് എന്നും അവിടെ ജഡ്ജ്മെൻറ്റിനിരിക്കണം, ജഡ്ജിക്കെങ്കിലും അറിഞ്ഞിരിക്കണം എന്ന് പറയുന്നത് സാധാരണക്കാരാണ്. അതായത് ഈ പറയുന്ന ഉന്മാദത്തിൻ്റെ ചെറിയ അംശമുള്ളിലുള്ള നമ്മുടെ രാമൻ കർത്താവാണ് അത് പറയുന്നത്. ഒരു വൃദ്ധയോട് തൻ്റെ മകനെ നഷ്ടപ്പെട്ട്, ഭർത്താവിനെ നഷ്ടപ്പെട്ട്, കയറിക്കിടക്കാനുള്ള കൂര പോലും നഷ്ടപ്പെടുന്ന വൃദ്ധയായ ഒരു ആദിവാസി വൃദ്ധയോട് പറയുന്നു, കോടതി ഇന്നും അവധിയാണെന്ന് പറയുന്നു. നീതിക്ക് വേണ്ടി തിരയുന്ന സ്ഥലങ്ങളിൽ അവർക്ക് കൊടുക്കാൻ നീതിയില്ല ഞങ്ങൾക്ക് മുമ്പിൽ എന്ന് പറയുന്ന ഒരു സമൂഹം ആ വൃദ്ധയോട് പറയുന്നു, ഇന്ന് നീതി നിർവഹണം നിർവഹിക്കേണ്ട കോടതി സമുച്ചയം അവധിയാണ് എന്ന് പറയേണ്ടി വരുന്ന നിസ്സഹായ അവസ്ഥ. ഓരോ മനുഷ്യരും കടന്നു പോകുന്ന അവസ്ഥകളിലേക്ക് കൃത്യമായി വിരൽ ചൂണ്ടുന്ന കഥാപാത്രങ്ങളെ നമുക്ക് കാണാനാകും. അവസാനം അവർക്ക് നേരെ ഇതേ അവസ്ഥയിൽ സ്വന്തം മകളെ കാത്തു നിൽക്കുകയാണ്. പുറത്ത് പഠിക്കാൻ പോയിരിക്കുന്ന, കേരളത്തിന് പുറത്ത് പഠിക്കാൻ പോയിരിക്കുന്ന മകളെ കാത്തു നിൽക്കുന്ന ഒരു അച്ഛനാണ് ഈ കഥ നമ്മളോട് പറയുന്നത്. വൃദ്ധയായ സ്ത്രീയുടെ കഥ. അവർക്ക് 500-ൻ്റെ ഒരു നോട്ട് എടുത്ത് നീട്ടുമ്പോൾ അവർ പറയണേ, എന്തിനാ മാഷേ എനിക്ക് ഇത്രയും കാശ്,
എനിക്കൊരു ചായ കുടിക്കാനുള്ളത് തന്നാൽ മതി എന്ന് പറയുമ്പോൾ 10 രൂപയുടെ കൊയിൻ എടുത്ത് കൊടുക്കുമ്പോൾ വിവാഹിതയായ മകൾ നഷ്ടപ്പെട്ട, ഭർത്താവ് നഷ്ടപ്പെട്ട ആ ഒരു സ്ത്രീ പറയുന്നത്, അവരാ 10 രൂപ വാങ്ങുമ്പോൾ അവരുടെ കയ്യിൽ നിന്ന് ഈ മോതിര വിരൽ അറ്റുപോയ കൈയുടെ ഉള്ളിൽ നിന്ന് ആ വിടവിലൂടെ 10ൻ്റെ ഒരു രൂപ താഴേക്ക് വീണു പോകുന്ന, ആ കൊയിൻ താഴേക്ക് വീണു പോകുന്ന നിസ്സഹായമായ അവസ്ഥയിൽ അത് പെറുക്കിയെടുത്തവർ ബാവക്കയുടെ ചായ കുടിക്കാൻ പോകുന്നത്. അത്തരത്തിൽ നിസ്സഹായമായ അവസ്ഥകളെ പറഞ്ഞു വെച്ചുകൊണ്ട് കഥ തുടങ്ങുന്നത് ഇങ്ങനെയാണ്. ഓരോരുത്തർക്കും ഓരോ വഴിയാണ്. അവരതുവഴി ഇതുവഴി നടക്കുന്നു. കളഞ്ഞു പോയത് എന്തോ തിരയും പോലെ. അങ്ങനെയാണ് പെരുമ്പാവൂർ യാത്രീനിവാസ് എന്ന കഥ ആരംഭിക്കുന്നത്. നമ്മൾ ഓരോരുത്തരും നമ്മളെ തന്നെ തിരഞ്ഞുകൊണ്ട് നടക്കുന്ന ആ നടപ്പ് വഴികളെ അടയാളപ്പെടുത്താൻ നിരവധിയായ കഥാപാത്രങ്ങൾ നമുക്ക് മുമ്പിലേക്ക് കടന്നു വരുന്നു. ഇവിടെ ഒരു ഉഴുന്നുവട, ഒരിറക്ക് ചായ, ആദരം കാരണം നിറഞ്ഞ കണ്ണുകളോടെ ഒരു തൊഴൽ, അതായിരുന്നു പ്ലീഡർമാരുടെ ഫീസ്. തനിക്കോ ചരിത്രത്തിലേക്ക് അങ്ങനെ ചുളുവിൽ പ്രവേശനമില്ല സാറേ എന്ന് പറയുന്നുണ്ട്. അവിടെയൊക്കെ എങ്ങനെയൊക്കെയാണ് ഒരു ചരിത്രത്തിലേക്ക് ചുളുവിൽ പ്രവേശനമില്ല എന്ന് പറയുമ്പോൾ കഥയിലേക്ക് കടന്നു വരുന്ന ഓരോരുത്തരും, ഓരോ വ്യക്തിയും, ഓരോ സന്ദർഭവും അത്രമേൽ ഇഷ്ടത്തോടെ ഒരു മനുഷ്യൻ്റെ മനസ്സിലേക്ക് കടന്നു വരുമ്പോൾ മാത്രമാണ് അത് ചരിത്രമാകുന്നത്, എഴുത്തിലൂടെ കടന്നു വരുന്നത് എന്ന് ഒരു വക്കീലിൻ്റെ ചോദ്യത്തിന് ഒരു കഥാപാത്രം മറുപടി പറയുന്നുണ്ട്. അപ്പം ഇത്തരത്തിൽ ജീവിതത്തെ ചേർത്ത് വയ്ക്കുമ്പോൾ നമ്മുടെ ചങ്ങമ്പുഴയുടെ മകളുടെ ആത്മഹത്യ പോലും അതും ആ ഒരു നിസ്സഹായതയിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വരുന്ന ഒന്നാണ്. അവിടെയും പറയുന്നത് ഇങ്ങനെയാണ്, സ്നേഹം കൊണ്ട് മുറിവേറ്റ കഥാപാത്രങ്ങളെയാണ് നമുക്ക് കാണാനാവുക. ചങ്ങമ്പുഴയെ നമുക്കറിയാം, എല്ലാവർക്കും അറിയാവുന്ന ദാരിദ്ര്യം കൊണ്ട്, നിവൃത്തികേട് കൊണ്ട് 20 രൂപ കടം വാങ്ങിയിട്ടാണ് അജിത എന്ന ചങ്ങമ്പുഴയുടെ മകൾ ഈ പെരുമ്പാവൂർ പട്ടണത്തിൽ കടന്നു വന്ന് വിഷം വാങ്ങിയിട്ട് പോയി ആത്മഹത്യ ചെയ്യുന്നത്. അപ്പോൾ ആ നിസ്സഹായ അവസ്ഥയെ, അത് എങ്ങനെയൊക്കെയാണ് മനുഷ്യരോട് സ്നേഹം പെരുമാറുന്നത് എന്ന്, സ്നേഹത്തെക്കുറിച്ച് ഏറ്റവും മനോഹരമായി പ്രണയത്തെക്കുറിച്ച് പറയുകയും പ്രവർത്തിക്കുകയും എഴുതുകയും ചെയ്ത് നിരവധിയായ പ്രണയിനികളെ ത്രസിപ്പിക്കുകയും ചെയ്ത് ചങ്ങമ്പുഴയെക്കുറിച്ച്, ഇങ്ങനെ ഒരു നിസ്സഹായാവസ്ഥയിൽ ജീവിതത്തോട് തോറ്റുമടങ്ങിയവരെ കുറിച്ച് എഴുത്തുകാരൻ പറഞ്ഞു വെക്കുന്നത് അങ്ങനെയാണ്. തീരെ വയ്യെന്ന് തോന്നുമ്പോൾ മനുഷ്യരും ഓരോ ഇടങ്ങൾ തേടി പോകും. ജീവിതത്തിൽ നിന്നുള്ള ചിലരുടെ കൊഴിഞ്ഞുപോക്കും ഇങ്ങനെ വേണം കാണിക്കാനെന്ന് അദ്ദേഹം ഈ കഥയുടെ തുടർച്ചയിലല്ല നമ്മളോട് പറയുന്നത്. സ്ലീപ്പിംഗ് സിംഫണി എന്ന ആങ്ങളെയും പെങ്ങളും തമ്മിലുള്ള ആ ഒരു ദ്വന്ദ്വത്തിനിടയിൽ, നിസ്സഹായതയ്ക്കിടയിൽ നായക കഥാപാത്രം നമ്മളോട് പറയുന്നുണ്ട്. അപ്പം ഇത്തരത്തിൽ ഒരു കഥയിൽ നിന്ന് മറ്റൊരു കഥയിലേക്ക് പോകുമ്പോൾ ONV ഒക്കെ പാടിയതുപോലെ തന്നെ തപിച്ചു നീരാവിയായി വിണ്ണിലേക്ക് ഉയരേണ്ട തറയിൽ ഒരു തരി മണ്ണിന് നനവേകാമെന്ന് പറഞ്ഞുകൊണ്ട് ഈ വിപരീത സ്ലീപ്പിംഗ് സിംഫണി എന്ന് പറയുന്ന കഥയിലും അത്തരത്തിൽ കഥാപാത്രങ്ങളെ നമുക്ക് കാണാം. പെരുമ്പാവൂരിൻ്റെ ദേശചരിത്രം അടയാളപ്പെടുത്തിക്കൊണ്ട് അന്യസംസ്ഥാന തൊഴിലാളികളുടെ കടന്നുവരവ് എങ്ങനെയാണ് ഒറ്റയ്ക്കായി പോകുന്ന മനുഷ്യരെ നിങ്ങൾ ഒറ്റയല്ല എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ വാടകയ്ക്ക് താമസിക്കാൻ വരുന്ന 2 കഥാപാത്രങ്ങളിലൂടെ, അവരുടെ കുഞ്ഞിലൂടെ ഈ ഒറ്റപ്പെട്ടു പോയ മനുഷ്യർ ജീവിതത്തിലെ ആനന്ദം കണ്ടെത്തുന്ന അല്ലെങ്കിൽ തിരിച്ചറിവുകൾ നേടുന്നത് നമുക്ക് കാണാനാകും. പക്ഷെ അവരും ഒരു തുരുത്തിലെത്തിച്ചേരുമ്പോൾ അല്ലെങ്കിൽ ജീവിതത്തിൻ്റെ ഒരു ടേണിംഗ് പോയിന്റിൽ നിന്ന് എന്നത്തേക്കുമായി ഒരു തിരിഞ്ഞു നടത്തം അല്ലെങ്കിൽ കൊഴിഞ്ഞുപോക്ക് നടത്തുന്നത് തീരെ വയ്യെന്ന് തോന്നുമ്പോൾ നമ്മൾ തേടിപ്പോകുന്ന ഇടങ്ങളാണ് ആത്മഹത്യാ മുനമ്പുകൾ എന്നുകൂടി എഴുത്തുകാരൻ പറഞ്ഞു വെക്കുന്നുണ്ട്. അവിടെ നമുക്ക് ഇൻവേർട്ടഡ് കോമയിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ് ഈ പറയുന്ന ആത്മഹത്യ എന്നത്. ഒപ്പം തന്നെ ഈ ഉന്മാദം എന്ന അവസ്ഥയും അവിടെ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്നുണ്ട്. ഈ കഥ പെരുമ്പാവൂർ യാത്രീനിവാസ് മുന്നോട്ട് പോകുമ്പോഴും നിസ്സഹായനായ ഒരു അച്ഛനെ നമുക്ക് കാണാനാകുന്നുണ്ട്. ഓരോ കഥാപാത്രങ്ങളെ ഇദ്ദേഹം എവിടെ നിന്ന് കണ്ടെടുക്കുന്നു എന്നത് നമുക്ക് ചുറ്റിലും ഇരുന്ന് നമ്മുടെ കഥ പറയുന്നതും കേൾക്കുന്നതും പറയുമ്പോൾ ശ്രീ മഹേഷ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഏതെങ്കിലും ഒരു തുരുത്തിൽ വെച്ച് നമ്മൾ പറഞ്ഞ ഏതെങ്കിലും ഒരു സംഭവത്തിൻ്റെ ഇതിൽ നിന്നുകൊണ്ട് ഒരു ചെറിയ പോയിന്റിൽ പിടിച്ചുകൊണ്ട് എവിടെയെങ്കിലും ഞങ്ങളെയും ഈ മനുഷ്യനൊരു കഥയാക്കിയാലോ എങ്കിൽ നമുക്കും നമ്മളെ തന്നെ വായിക്കാമായിരുന്നു എന്ന്
പലപ്പോഴും തോന്നിയിട്ടുണ്ട്. പക്ഷേ ഈ മരണത്തെക്കുറിച്ചും ആത്മഹത്യയെക്കുറിച്ചുമുള്ള ചില എഴുത്തുകൾ നമ്മളെ വളരെയധികം പ്രചോദിപ്പിക്കുന്നുണ്ട്. മരണത്തിലേക്ക് അല്ലെങ്കിൽ ആത്മഹത്യയിലേക്ക് കൂടുതൽ പ്രചോദിപ്പിക്കുന്ന പോലെ പലപ്പോഴും തോന്നിയിട്ടുണ്ട്. എടപ്പള്ളി ഒരു ഒരു തോറ്റ കവിയാണ് എടപ്പള്ളി എന്ന് പറയും. ചങ്ങമ്പുഴയെ നമ്മൾ ജയിച്ച കവി എന്നും പറയുമ്പോൾ ഇവിടെ പറയുന്നു, കവിതയിലെങ്കിലും ജയിച്ചോളൂ എന്ന് മരണം അവസാനം ഒരു അവസരം കൊടുത്തു എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. പലപ്പോഴും ഇത്തരത്തിൽ തന്നെ വെല്ലുവിളികൾ നേരിടുകയും പക്ഷെ ജയിച്ചുകൊണ്ട് തന്നെ ഒന്ന് തോറ്റു കാണിക്കൂ എന്നാണ് ചങ്ങമ്പുഴയുടെ മരണത്തോട് അല്ലെങ്കിൽ ജീവിതത്തോട് മരണം പറഞ്ഞത്. അപ്പോൾ അത്തരത്തിലുള്ള ജീവിതത്തിൻ്റെ ദ്വന്ദ്ങ്ങളെ കൃത്യമായി തന്നെ വരച്ചു കാണിക്കാൻ എഴുത്തുകാരന് പെരുമ്പാവൂർ യാത്രീ നിവാസ് എന്ന കഥയിലൂടെ സാധിച്ചിട്ടുണ്ട്. സ്നേഹം കൊണ്ട് മുറിവേറ്റ കഥാപാത്രങ്ങൾ എന്ന് പറയുമ്പോഴും നമുക്ക് പലപ്പോഴും ഈ പറഞ്ഞ അച്ഛനെയും മകളെയും കാണുന്ന സമയത്ത് അദ്ദേഹം തന്നെ ജീവിച്ച അല്ലെങ്കിൽ അദ്ദേഹം തന്നെ വായിച്ച നമ്മൾ ഓരോരുത്തരും പരിചയിച്ച നിരവധിയായ കഥാപാത്രങ്ങളെ നമുക്ക് കാണാനാകും. തൻ്റെ മകൾ അന്യസംസ്ഥാനത്ത് പഠനത്തിനായി പോയി അവൾ മരിച്ചു എന്ന് വിശ്വസിക്കാനാകാത്ത നിസ്സഹായതയിലാണ് എല്ലാ സമയത്തും മാസത്തിലും ആഴ്ചകൾ കൂടുമ്പോഴും മകൾ വരുന്ന കറക്റ്റ് സമയം നോക്കി അദ്ദേഹം യാത്രീ നിവാസിൽ ആലുവയിൽ നിന്ന് ഇവിടെ വന്ന് ബസ് ഇറങ്ങുന്ന മൂന്നാർ ബസ്സിൽ വന്ന് ഇറങ്ങുന്ന മകളെ കാത്തിരിക്കുന്നത്. പക്ഷേ ഈ ഉന്മാദാവസ്ഥയിലും തൻ്റെ മകളെ കാണാനില്ലാത്ത അവസ്ഥയിലും അവർക്കറിയാം, അദ്ദേഹത്തിന് അറിയാം താൻ ചെയ്യുന്നത് തൻ്റെ മകൾ തന്നെ വിട്ടുപോയി എന്നത് സ്വയം അംഗീകരിക്കാനാകാതെ അദ്ദേഹം ഈ യാത്രീ നിവാസിൽ വന്ന് മകൾക്കായി കാത്തിരിപ്പ് തുടരുകയാണ്. അവിടെയും നിസ്സഹായതയുടെ സ്നേഹത്തിൻ്റെ വലിയൊരു സ്പർശം അദ്ദേഹം തന്നെ തിരിച്ചറിയുന്നുണ്ട്. ഏതൊരു ഭ്രാന്തിൻ്റെ അവസ്ഥ എന്ന് പറയുമ്പോഴും അദ്ദേഹം തന്നെ ആ സ്നേഹത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട് പറയുന്നുണ്ട്. അനുരാധ എന്ന ഭാര്യ വിളിക്കുമ്പോൾ നിങ്ങൾ എവിടെയാണ്, തിരിച്ചു വരൂ വീട്ടിലേക്ക് എന്ന് കരഞ്ഞുകൊണ്ട് ഭാര്യ വിളിക്കുമ്പോൾ അയാൾ പറയുന്നത് ഇങ്ങനെ തന്നെയാണ്, ഓരോരുത്തർക്കും ഓരോ വഴിയാണ്, അവരതുവഴി ഇതുവഴി നടന്നുകൊണ്ട് തേടിക്കൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് സ്വയം തിരിച്ചറിയുന്ന അദ്ദേഹത്തെ നമുക്ക് കാണാനാകുന്നുണ്ട്. സ്വയം തിരിച്ചറിയുമ്പോഴും ഈ ഒരു തുരുത്തിൽ നിന്ന് അല്ലെങ്കിൽ താൻ അകപ്പെട്ടിരിക്കുന്ന ഈ ഉന്മാദത്തിൽ നിന്ന് എനിക്കൊരു തിരിച്ചുപോക്കില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. ആ പറച്ചിലാണ് ഓരോ മനുഷ്യനും യാത്രീ നിവാസിൻ്റെ ആ ഇടകളിലേക്ക് ഒറ്റപ്പെട്ടു പോകുന്നത്. അതുപോലെ തന്നെ പ്രണയദ്വന്ദ്ങ്ങളെ അവതരിപ്പിച്ചുകൊണ്ട് എങ്ങനെയാണ് നമ്മുടെ ഇടയിൽ ഓരോരുത്തർക്കും ഇടപെടുന്നത് എന്നും അദ്ദേഹം തൻ്റെ കഥകളിലൂടെ വിപരീത ക്രിയകൾ എന്ന കഥയിലൂടെയും നമ്മളോട് പറഞ്ഞു വയ്ക്കുന്നുണ്ട്. 9 കഥകളുള്ള ഈ പുസ്തകത്തിൽ അന്നത്തെ നമ്മളെക്കുറിച്ച് വ്യാകരണ തെറ്റുള്ള ഒരു ഏകദേശ വിവരണം എന്നതിലും പറയുന്നുണ്ട് അദ്ദേഹം. എങ്ങനെയൊക്കെയാണ് സോണിയ സീനിയ എന്ന് പറയുന്ന 2 നായിക കഥാപാത്രങ്ങൾക്കിടയിൽ പെടുന്ന കഥാകാരനെ, നായകനെ നമുക്ക് പരിചയപ്പെടുത്തി തരുന്നു. ഡെയ്സി എന്ന തൻ്റെ പെങ്ങളിലൂടെ നേരത്തെ പറഞ്ഞതുപോലെ അന്യസംസ്ഥാന തൊഴിലാളിയായ ഒരു ഭാര്യയും ഭർത്താവും ഒരു കുഞ്ഞുമായി അവർക്കിടയിൽ താമസിക്കാൻ വരുമ്പോൾ അങ്ങനെ ലോകത്തെ മുഴുവൻ നോക്കിക്കാണുന്ന അല്ലെങ്കിൽ അത്രയൊന്നും ലോകപരിചയം ഇല്ലാത്ത ഒരു വ്യക്തി എങ്ങനെയാണ് തൻ്റെ പെങ്ങള് ദേശാടന കിളികളെക്കുറിച്ച് നമ്മുടെ നാട്ടിലെത്തുന്ന മൈഗ്രേറ്റഡ് ബേർഡ്സിനെ കുറിച്ചൊക്കെ അഭിപ്രായങ്ങൾ പറയുമ്പോൾ അദ്ദേഹം പറയുന്നു, ഇത് എങ്ങനെയാണ് ഇവർക്കൊക്കെ മനസ്സിലാകുന്നത് എന്നൊരു ചോദ്യം എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ നാട്ടിലെത്തിയ അന്യസംസ്ഥാന തൊഴിലാളി ഏത് സംസ്ഥാനത്ത് നിന്നാണ് വന്നത്, അവിടെയുള്ള സ്ഥലത്തിൻ്റെ പ്രത്യേകതകളും ഒക്കെ പറയുമ്പോൾ നമ്മൾ ഓരോരുത്തരും ഇങ്ങനെ ആകാംക്ഷയോടെ കേട്ടിരിക്കുന്ന കാര്യങ്ങൾ ഇതൊക്കെ എങ്ങനെയാണ് എന്ന് ചോദിക്കുന്ന തരത്തിൽ നമ്മളതൊന്നും ശ്രദ്ധിക്കുന്നില്ല. നിത്യജീവിതത്തിൽ നമുക്കിടയിലേക്ക് കടന്നു വരുന്ന പല കാര്യങ്ങളെക്കുറിച്ചും നമുക്ക് മനസ്സിലാകുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഈ കഥ മുന്നോട്ട് പോകുന്നത്. അവനൊരുവൻ എന്നുള്ള കഥയിൽ ഒരുപക്ഷെ ആത്മാംശമുള്ള രീതിയിൽ തന്നെ മനോജ് എന്ന നായകനിലൂടെ അപരൻ ഉണ്ടാക്കുന്ന ഒരു വിഷമത്തെക്കുറിച്ച് പറയുന്നുണ്ട്. നമ്മൾ പെരുമ്പാവൂരിലെ തന്നെ പ്രഗത്ഭനായ ഒരു സിനിമാ താരം അഭിനയിച്ച അപരൻ എന്ന് പറയുന്ന സിനിമ നമ്മൾ കണ്ടിട്ടുണ്ട്. ജയറാമിൻ്റെ അപരൻ എന്ന് പറയുന്ന സിനിമ. ഇവിടെയും സ്കൂൾ തലം മുതൽ ജീവിതത്തിൽ ഉണ്ടായിരുന്ന മനോജ് എന്ന പേരിൽ
നിരവധിയായ സുഹൃത്തുക്കൾ ഉണ്ടാകുന്നതും, ഏതാണ്ട് മനോജിൻ്റെ അതേ രൂപത്തിലും ഭാവത്തിലുമുള്ള ഒരു മനോജ് തൻ്റെ ചുറ്റിക്കളി പ്രണയത്തിലൂടെ സ്വയം അപകടപ്പെടുത്താൻ ശ്രമിക്കുന്നതും അവൻ്റെ ജീവിതവും ഒക്കെ പറഞ്ഞു വെക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് പ്രാദേശികമായ പ്രത്യേകതകളെയെല്ലാം എങ്ങനെയൊക്കെയാണ് അദ്ദേഹം തൻ്റെ കഥകളിലേക്ക് ചേർത്ത് വയ്ക്കുന്നത് എന്ന് കാണാം. ഈ കഥാപുസ്തകങ്ങൾ അല്ലെങ്കിൽ മനോജ് വെങ്ങോല എഴുതിയ പുസ്തകങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് അപരനായി അദ്ദേഹം കാണുന്നത് നമ്മളെ തന്നെയാണ്, അല്ലെങ്കിൽ അദ്ദേഹത്തെ തന്നെയാണ് എന്ന തിരിച്ചറിവ് മനസ്സിലാകുന്നുണ്ട്. അപരൻ ചിലപ്പോഴൊക്കെ ജീവിതത്തിൽ രക്ഷയാകുന്നതും ചിലപ്പോഴൊക്കെ ശിക്ഷയാകുന്നതും അദ്ദേഹം അങ്ങനെയാണ് പറഞ്ഞു വെക്കുന്നത്. ഒപ്പം ഈ പുസ്തകം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന മറ്റൊരു കാര്യം, എല്ലായ്പ്പോഴും കുറ്റവും ശിക്ഷയും എന്ന ദസ്തേവ്സ്കി എഴുതിയ പുസ്തകത്തിലെ കള്ളനെ അദ്ദേഹം പരിചയപ്പെടുത്തുന്നുണ്ട്. ജീവിതം കള്ളൻ തന്നെ പറയുന്നു, കക്കുന്നു, പിടിക്കപ്പെടുന്നു, ഇടികൊള്ളുന്നു, ജയിലിലാകുന്നു. ഇത് തന്നെ ജയിലിൽ നിന്ന് ഇറങ്ങുമ്പോൾ, ജയിലിലായിരിക്കുമ്പോൾ അദ്ദേഹം തീരുമാനമെടുക്കുന്നു, ഇനി ഒരിക്കലും ഞാൻ മോഷ്ടിക്കില്ല എന്ന് തീരുമാനമെടുക്കുമ്പോഴും അവിടെയൊക്കെ നമുക്ക് ഒരു ബിഷപ്പിൻ്റെ വിളക്കുകാൽ എടുക്കാൻ വന്ന അതേ കള്ളനെ, നിഷ്കളങ്കനായ വ്യക്തിയെ നമുക്ക് കാണാനാകുന്നുണ്ട്. പക്ഷേ ജീവിതം വീണ്ടും വീണ്ടും കള്ളനാക്കുന്ന ഒരു മനുഷ്യൻ അവസാനം, ഇന്ന് മിഥുൻ ഇവിടെ ഇരിക്കുന്നുണ്ട്, അദ്ദേഹം ഒരു പെൻ ബുക്സിൽ നിന്ന് പുസ്തകമെടുത്ത കാര്യം പറഞ്ഞതുപോലെ തന്നെ കുറ്റവും ശിക്ഷയും എന്ന പുസ്തകം ഒരു വീട്ടിലേക്ക്, പകൽ തുറന്നു കിടക്കുന്ന ഒരു വീട്ടിലേക്ക്, ഗേറ്റും വാതിലും തുറന്നു കിടക്കുന്ന ഒരു വീട്ടിലേക്ക് ഒരു കള്ളനെ പോലെ കടന്നു ചെന്നുകൊണ്ട് ജീവിതത്തിൽ ആദ്യമായി അദ്ദേഹം ഒരു പുസ്തകം മോഷ്ടിക്കുന്നു. അപ്പോൾ അദ്ദേഹത്തിന് കിട്ടുന്ന ഒരു ഉൾക്കാഴ്ചയുണ്ട്. ആ പുസ്തകം പൊടിഞ്ഞ് വീഴാറായ പഴകിയ ഒരു പുസ്തകമായിരുന്നു. ആ പുസ്തകം തുറന്നു വയ്ക്കുമ്പോൾ അദ്ദേഹം നമ്മളോട് പറയുന്നത്, കുറ്റവും ശിക്ഷയും എന്ന പുസ്തകം, ആ ഹെഡിങ് കാണുമ്പോൾ ആ പേര്, എഴുത്തുകാരൻ്റെ പേരൊന്നും ആൾക്ക് വായിക്കാനൊന്നും മനസ്സിലാകുന്നില്ല. പക്ഷെ അദ്ദേഹം പറയുന്നുണ്ട്, ഇതിന് എൻ്റെ ജീവിതവുമായി ചേർച്ചയുള്ളത് എന്നല്ല പറയുന്നത്, ബന്ധമുണ്ട് എന്ന് പറയുന്നത്, ചാർച്ചയുള്ളതായി തോന്നുന്നു എന്നാണ് പറയുന്നത്. അത് ആ പുസ്തകത്തോടൊപ്പം ഈ പുസ്തകം എടുത്ത് നിവർത്തിയിട്ട് അദ്ദേഹം വായിക്കുമ്പോൾ നിരവധിയായ ഗസലുകൾ കേട്ടുപോകുന്നുണ്ട് ആ വീട്ടിൽ നിന്ന്. ജഗ്ജിത് സിംഗിൻ്റെ ഗസലുകൾ ഇങ്ങനെ കേട്ടുപോകുന്നിടത്ത് അതെല്ലാം സങ്കടത്താൽ നിറഞ്ഞിരിക്കുന്ന ഗസലുകളാണ് എന്ന് അദ്ദേഹം പറയുമ്പോഴും അതിൽ നിന്ന് ഈ പുസ്തകം എടുത്തിട്ട് അദ്ദേഹം പറയുകയാണ്, ഈ ബന്ധം എങ്ങനെയാണ് എന്ന് ചോദിക്കുമ്പോൾ, ഈ പുസ്തകം വായിക്കണം എന്ന് വിചാരിച്ച് കയ്യിലെടുക്കുമ്പോൾ, അതായത് നന്മയുടെ ഒരു അംശം എഴുത്തിലൂടെ വായനയിലൂടെ എനിക്ക് ലഭിക്കുമെന്ന്, കുറ്റവും ശിക്ഷയും എൻ്റെ ജീവിതത്തോട് ചേർന്ന് നിൽക്കുന്നു എന്ന് അദ്ദേഹത്തിന് മനസ്സിലായ അതേ സമയത്ത് തന്നെ ആ വീട്ടുകാരൻ ഉണർന്നുകൊണ്ട് ആരാണ് അവിടെ ഉള്ളത് എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം കുനിഞ്ഞ് താഴെ നിന്നെടുത്ത ഒരു റംബൂട്ടാൻ്റെ ഒരു ഫലമെടുത്ത് കൈപിടിച്ചുകൊണ്ട് ആ ഒരു ഇത് കഴിക്കാൻ ഞാനിത് എടുത്തോട്ടെ എന്ന് ചോദിക്കുമ്പോൾ ഈ പുസ്തകവും ആ പഴവും അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ട്. ഇതെടുത്തോളൂ, എന്തെങ്കിലും കാണിക്കൂ എന്നുള്ള അർത്ഥത്തിൽ ഉടമസ്ഥൻ പറയുമ്പോൾ പുസ്തകം കട്ടെടുത്തതായി അദ്ദേഹം സമ്മതിക്കാതെ തന്നെ തൻ്റെ ജീവിതത്തിലേക്ക് ഇറങ്ങി ഓടിപ്പോകുന്ന ഒരു മനുഷ്യൻ, ജീവിതത്തിലേക്ക് ഇറങ്ങി ഓടിപ്പോവുക എന്ന് പറയുമ്പോൾ ആ വീട്ടിൽ നിന്ന് അദ്ദേഹം പുറത്തേക്ക് ഇറങ്ങിയിരുന്നിട്ട് നിസ്സഹായതയുടെ മൂർധന്യാവസ്ഥയിൽ കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയെ നമുക്ക് കാണാൻ സാധിക്കും. അവിടെയും ചേർത്ത് പിടിക്കുന്നത്, നേരത്തെ പറഞ്ഞതുപോലെ ബിഷപ്പിന് പകരം അവിടെ അവതരിക്കുന്നത് ഒരു സ്ത്രീയാണ്, അഭിസാരികയായ ഒരു വ്യക്തിയാണ്. അവൾ അവനോട് പറയുന്നത്, നീ പണമില്ലാത്തത് കൊണ്ട് നിന്നെ ഞാൻ ഇന്നലെ നിരസിച്ചുവെങ്കിലും നിന്റെ ഈ കരച്ചിൽ കാണുമ്പോൾ വരൂ, ഞാൻ നിന്നെ ആശ്വസിപ്പിക്കാമെന്ന് പറയുമ്പോൾ എത്ര മഹത്തരമാണ് ഈ ലോകമെന്ന് നമുക്ക് ഈ വായനയിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. വരയാടുകൾ എന്ന് പറയുന്ന പുസ്തകത്തിൽ ഒരു മകളുടെയും അമ്മയുടെയും ഈ പറയുന്ന നിസ്സഹായാവസ്ഥ തന്നെ അദ്ദേഹം വളരെ വ്യക്തമായി പറയുന്നുണ്ട്. മലമൂത്ര വിസർജനത്തിൽ വിഷമിച്ച് കിടക്കുന്ന അമ്മയെ കണ്ടുകൊണ്ട് ഇതൊന്നും ഞാൻ സഹിക്കേണ്ട ആവശ്യമില്ല എന്ന് ഒരുപക്ഷെ പുതിയ കാലത്തെ കുഞ്ഞുങ്ങളെല്ലാവരും പറയുന്നത് ഇത് തന്നെയാണ്. നിങ്ങളുടെ ബുദ്ധിമുട്ടുകളും നിങ്ങളുടെ വേവലാതികളും സാമ്പത്തിക ഞെരുക്കങ്ങളും പ്രശ്നങ്ങളും ആശുപത്രിവാസവും ഒന്നും ഞങ്ങളെ ബാധിക്കുന്നതല്ല, ഇറ്റ് ഈസ് നോട്ട് അവർ റെസ്പോൺസിബിലിറ്റി എന്ന് നമ്മുടെ കുഞ്ഞുങ്ങൾ പറയുന്ന കാലത്തിലാണ് നമ്മൾ ഇരിക്കുന്നത്. പക്ഷേ ഇവിടെ ഇതൊക്കെ കണ്ടുകൊണ്ട് ആങ്ങളെയും ഭാര്യയും വന്ന് അത് വൃത്തിയാക്കിക്കൊള്ളുമെന്ന് പറഞ്ഞിറങ്ങിപ്പോകാൻ നിൽക്കുന്ന ഒരു പെൺകുട്ടി
അതേ നിസ്സഹായാവസ്ഥയുടെ ആൾരൂപമായി അവൾ തിരിച്ചു വരുന്നുണ്ട്. തിരിച്ചു വരുമ്പോൾ അമ്മ പറയുന്ന വാക്കുകൾ, നിങ്ങളുടെ തിരിച്ചു വരുമെന്ന് എനിക്കറിയാമായിരുന്നു എന്നാണ് അമ്മ പറയുന്നത്. കാരണം ഇത് കണ്ടുകൊണ്ട് പോകാൻ മകൾക്ക് അധികം സാധിക്കില്ല, അധികം ദൂരം പോകാൻ മകൾക്ക് സാധിക്കില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അവൾ പറയുന്നുണ്ട്, നിങ്ങളുടെ ജീവിതം പോലെ നിങ്ങളുടെ വേദനകളും നിങ്ങളുടേതാണ്. ആ ശത്രുവിനെ നിങ്ങൾ തന്നെ സ്വീകരിക്കണം, നേരിടണം, അനുനയിപ്പിക്കണം. ഒന്നിനെ ശത്രുവായി കരുതുന്നതോടെ നമ്മൾ അതിൻ്റെ അടിമയാകുകയാണ് എന്ന് എഴുത്തുകാരൻ നമ്മളോട് പറയുന്നുണ്ട്. എന്തിനെയാണോ നമ്മൾ ശത്രുവായി കാണുന്നത്, എന്തിനെയാണോ നമ്മൾ ഭയക്കുന്നത്, നമ്മൾ അതിനടിമയായി തീരുന്നു എന്ന തിരിച്ചറിവ് നൽകാൻ പലപ്പോഴും ഈ പറഞ്ഞതുപോലെ ഓഷോയുടെ ഒരു പുസ്തകം വായിക്കുന്ന അതേ രീതിയിൽ തന്നെ ദാർശനികമായ ചിന്തകളെ അവിടെയും ഇവിടെയും ഒക്കെ കുത്തിത്തിരികി വച്ചിരിക്കുന്ന ഈ കഥകൾ തന്നെയാണ് നമുക്ക് ഏറ്റവും വലിയ ഊർജം നൽകുന്നത് എന്ന് പറയാതെ ഈ കഥകളിൽ നിന്ന് നമുക്കൊരിക്കലും മോചനമില്ല എന്ന് എഴുത്തുകാരനോട് ഏറെ അഭിമാനത്തോടെ തന്നെ പറയാൻ ആഗ്രഹിക്കുകയാണ്. കാരണം ഒരിക്കൽ തീർച്ചയായും മരിക്കുമെന്ന് ഉറപ്പുണ്ടായിട്ടും നിരാശരാവാതെ, പിന്മാറാതെ, അപരിചിതവും അനിശ്ചിതവുമായ രീതിയിൽ മനുഷ്യർ എന്തൊക്കെയോ തിരഞ്ഞുകൊണ്ടേയിരിക്കുന്നു എന്ന് എഴുത്തുകാരൻ പറയുന്നു. താൽക്കാലികമായി വന്നു ചേരുന്ന സന്തോഷങ്ങളിൽ അവർ ഭ്രമിക്കുന്നുണ്ട്. അവരെന്താണ് അന്വേഷിക്കുന്നതെന്ന് അവർക്ക് തന്നെ കൃത്യമായി അറിയില്ല. ഇതേ വാക്കുകൾ തന്നെ നമുക്ക് പെരുമ്പാവൂർ യാത്രീ നിവാസ് എന്ന കഥയിലേക്കും ചേർത്ത് വയ്ക്കാം. കാരണം വാക്കിൻ്റെ ചുഴികളിൽപ്പെട്ട് അല്ലെങ്കിൽ വാക്കിൻ്റെ നിലയില്ല കയത്തിൽപ്പെട്ട് ഇല്ലാതാകുന്നവരെ കുറിച്ചാണ് ഈ കഥ പറഞ്ഞു പോകുന്നത്. ഇതേ വാക്കുകൾ ഏത് കഥയ്ക്കും ചേരുന്ന രീതിയിൽ അടുക്കി വച്ചിരിക്കുന്ന ഒരു പുസ്തകമാണ് പെരുമ്പാവൂർ യാത്രീ നിവാസ് എന്ന് പറയാൻ ഞാൻ ഈ അവസരം ഒരിക്കൽ കൂടി ഉപയോഗിക്കുകയാണ്. നിരവധിയായ കഥകളിലൂടെ എങ്ങനെയൊക്കെ ഒരു മനുഷ്യൻ ജീവിതത്തെ പ്രചോദിപ്പിക്കുന്നു എന്ന്, കാലത്തെ പ്രചോദിപ്പിക്കുന്നു എന്നൊക്കെ കൃത്യമായി തന്നെ ഈ കഥകൾ അടയാളപ്പെടുത്തിക്കൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. അതുപോലെ കീഴാളരുടെ ഒരു ചരിത്രം എന്ന് പറയുന്നത് അപരവൽക്കരിക്കപ്പെടുന്ന അല്ലെങ്കിൽ അരികുവൽക്കരിക്കപ്പെടുന്ന ഒരു സമൂഹത്തെ വളരെ വ്യക്തമായി തന്നെ അടയാളപ്പെടുത്തുന്നു. അത് ഒരു സമൂഹത്തെ എന്നതിനേക്കാൾ ഉപരിയായി അരികുവൽക്കരിക്കപ്പെടുന്ന സ്ത്രീകളെ അല്ലെങ്കിൽ ചെറുപ്പക്കാരെ കൃത്യമായി തിരഞ്ഞു പിടിച്ചുകൊണ്ട് അവരുടെ പ്രശ്നങ്ങളിലേക്ക് തിരിച്ചു വച്ചിരിക്കുന്ന ഒരു കണ്ണാടി തന്നെയാണ് അനുഭവങ്ങളുടെ ഉൾക്കാഴ്ചയിൽ ഈ എഴുത്തുകാരൻ മുന്നോട്ട് നീക്കി വയ്ക്കുന്നത്. അതുകൊണ്ട് തന്നെ പെരുമ്പാവൂർ യാത്രീ നിവാസ് എന്ന കഥ നമുക്ക് എല്ലാവർക്കും മനസ്സിലാകുന്നത് നമ്മൾ അതേ കാലത്ത് ജീവിച്ച അല്ലെങ്കിൽ അതേ സമയത്ത് നമ്മൾ കണ്ടുപോയിട്ടുള്ള കഥാകാരൻ കണ്ടുപോയിട്ടുള്ള, നേരത്തെ മഹേഷ് സൂചിപ്പിച്ചതുപോലെ ഇവിടെ ഞാൻ കണ്ടിട്ടില്ലാത്ത ഭാവക്കയെ പോലും അദ്ദേഹം അവിടെ ഉണ്ട് എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിൽ അദ്ദേഹം അവിടെ ഉണ്ടാകും, അല്ലെങ്കിൽ ഈ കഥ അവിടെയാണ് നടന്നത്, പെരുമ്പാവൂർ യാത്രീ നിവാസ് ഇങ്ങനെയാണ് എന്ന് കൃത്യമായി ദ്യോതിപ്പിക്കുന്ന തരത്തിൽ എഴുത്തുകാരനെ മാത്രമല്ല നമ്മൾ ഓരോരുത്തരും ഈ പെരുമ്പാവൂരിൽ ഉള്ളവരാണ് എന്നറിഞ്ഞുകൊണ്ട് എത്രയോ പേർ നമ്മളെ വിളിച്ചും ചോദിക്കുന്നു. കാരണം ഈ യാത്രീ നിവാസ് എന്ന പേര് പോലും മറവിയിലേക്ക് അല്ലെങ്കിൽ വിസ്മൃതിയിലേക്ക് മാറിപ്പോയ ഒരു കാലത്താണ് ഞാനും പെരുമ്പാവൂരിലേക്ക് കടന്നു വരുന്നത്. യാത്രീ നിവാസിന് ഓപ്പോസിറ്റുള്ള ഒരു വ്യാപാര സ്ഥാപനത്തിൽ ഇരുന്നു കൊണ്ട് യാത്രീ നിവാസിനെ വളരെ മനോഹരമായി ഇന്നത്തെ ആ ഒരു ഇതൊന്നും ഇല്ലാത്തപ്പോൾ നോക്കിയിരുന്ന ഒരു വ്യക്തിയായിരുന്നു ഞാൻ. അവിടെ ഇരുന്നു കൊണ്ട് കാണുമ്പോൾ നിരവധിയായ മനുഷ്യരെ കാണാൻ പറ്റും എന്ന്, അവരെ നിരീക്ഷിക്കാനാകും എന്നൊക്കെ ഇങ്ങനെ ശ്രദ്ധിച്ച് നോക്കിയിരുന്നിട്ടുണ്ട്. അപ്പോൾ മനോജേട്ടൻ പറയുന്ന ശ്രീ മനോജ് വെങ്ങോല പറയുന്നത് ഇങ്ങനെയാണ്: ഞാൻ ബസ് സ്റ്റാൻഡുകളിലും മറ്റ് പലയിടങ്ങളിലും മനുഷ്യർ കൂടിയിരിക്കുന്നിടത്ത്, സാധാരണക്കാരുള്ളിടത്ത് കുറച്ചു നേരം വെറുതെ നിൽക്കാറുണ്ട്. കുറച്ചു നേരമല്ല, കുറച്ചധികം സമയം. അവർ എങ്ങനെ പെരുമാറുന്നു, അവരെന്തൊക്കെ പറയുന്നു, അവരെന്തൊക്കെ അന്വേഷിക്കുന്നു എന്നുള്ള കാര്യങ്ങളിലേക്ക് തുറന്നു വെച്ച്, തൻ്റെ ജീവിതം തന്നെ തുറന്നു വെച്ചുകൊണ്ട് കഥകൾ അന്വേഷിക്കുന്ന മനുഷ്യൻ്റെ ഒരു പുസ്തകത്തെ പരിചയപ്പെടുത്തുക എന്നത് വളരെയധികം ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ദേശകാലത്തെ അടയാളപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്നു എന്ന് പറയുമ്പോഴും അതോടൊപ്പം മനുഷ്യരെ തന്നെയാണ്, അവൻ്റെ വിഭ്രാന്തികളെയാണ്, അവൻ്റെ പ്രശ്നങ്ങളിലേക്കാണ്, അവൻ്റെ നിസ്സഹായതയിലേക്ക്, കരുണയിലേക്ക്, സ്നേഹത്തിലേക്കൊക്കെ തുറന്നു വെച്ചിരിക്കുന്ന വാതിലുകളാണ് ഈ പുസ്തകത്തെ ഏറ്റവും മനോഹരമാക്കുന്നത് എന്ന് എടുത്തു പറയേണ്ടിയിരിക്കുന്നു. കഥയിലായാലും ജീവിതത്തിലായാലും
യഥാർത്ഥ കഥകളെ, യാഥാർത്ഥ്യത്തെ കൃത്യമായി തന്നെ സന്നിവേശിപ്പിക്കാൻ എഴുത്തുകാരന് സാധിക്കുന്നിടത്താണ് കഥകൾ ജനകീയമാകുന്നത്, കഥ മനുഷ്യന് അനുഭവവേദ്യമാകുന്നത് എന്ന് പറയാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുന്നു. അന്യജീവൻ ഉതകി സ്വതി ജീവിതം ധന്യമാക്കും അമലെ വിവേകികളെന്ന് കവി പാടിയിട്ടുള്ളതുപോലെ അന്യജീവൻ ഉതകുന്ന തരത്തിൽ ഒരു പക്ഷേ പ്രതിഫലമൊന്നും കാക്ഷിക്കാതെ തൻ്റെ കാലത്തെ, ദേശത്തെ, ജീവിതത്തെ, മനുഷ്യരുടെ ബന്ധങ്ങളെ, നിസ്സഹായതയെ ഒക്കെ അടയാളപ്പെടുത്തിക്കൊണ്ട് ഈ എഴുത്തുകാരൻ ഇനിയും എഴുതിക്കൊണ്ടേയിരിക്കട്ടെ എന്ന് അക്ഷരപ്പെരുമയുടെ 10ാം പതിപ്പിൻ്റെ എല്ലാവർക്കുമായി തന്നെ വായനശാലയുടെ പുരസ്കാരം ഏറ്റുവാങ്ങിയ അദ്ദേഹത്തിന് അഭിനന്ദനത്തോടൊപ്പം തന്നെ ആശംസകളും നേർന്നുകൊണ്ട് മനോജ് വെങ്ങോല എന്ന വലിയ എഴുത്തുകാരൻ്റെ പെരുമ്പാവൂർ യാത്രീനിവാസ് എന്ന നമ്മുടെ പുസ്തകത്തെ എല്ലാവർക്കും മുമ്പിലേക്ക് സമർപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. പെരുമ്പാവൂർ യാത്രീനിവാസ് പുസ്തകം ഏകദേശം വായിച്ച മാതിരിയാണ് നമ്മുടെ ഔദാരിക രവിത ഹരിദാസ് സമർപ്പിച്ചത്. അത് നല്ലൊരു കൈയടി കൊടുക്കാം നമുക്ക്. നല്ലൊരു അവതരണമായിരുന്നു, വളരെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു. താങ്ക് യു മാഡം. മനോഹരമായ ഭാഷ, മനോഹരമായ യൂസേജ്, അക്ഷരങ്ങൾ കൊണ്ടുള്ള അമ്മാന പാടൽ എന്നുകൊണ്ട് വളരെ ഭംഗിയായിട്ട് അവതരിപ്പിച്ചു. ഇനി മനോജിന് അത് അത്ര നന്നായിട്ട് പറയാൻ പറ്റുമോ എന്നിപ്പോൾ എനിക്ക് സംശയമായിട്ടുണ്ട് മനോജിൻ്റെ പുസ്തകത്തെ പറ്റി. അടുത്ത 2 വാക്ക് പറയാൻ മിസ്റ്റർ മനോജിനെ ക്ഷണിച്ചു. മനോജ് വെങ്ങോല എന്ന് പറയണ്ട, വെങ്ങോല പെരുമ്പാവൂർക്ക് ഒന്ന് തന്നെയാണ്. പെരുമ്പാവൂർ യാത്രീനിവാസ്. ബഹുമാനപ്പെട്ട നമുക്കെവർക്കും പ്രിയങ്കരനായ നമ്മുടെ ചെയർമാൻ ബിജു ജോൺ ജേക്കബ്, അലിയാർ മാഷ്, മഹേഷ്, രവിത, ഉണ്ണികൃഷ്ണൻ സാറ്, വേദിയിലും സദസ്സിലുമുള്ള വളരെ വിശിഷ്ടമായ അതിഥികൾ, സുഹൃത്തുക്കൾ, എല്ലാവർക്കും നന്ദി. അക്ഷരപ്പെരുമ എന്ന് പറയുന്ന വളരെ വലിയ ഒരു അക്ഷരോത്സവത്തിൻ്റെ ഭാഗമായിട്ട് ഞാൻ എഴുതിയ ചില കഥകൾ, തുന്നിച്ചു കെട്ടിയ പുസ്തകം, അത് ഒരു പുസ്തക ചർച്ചയുടെ ഭാഗമായി തിരഞ്ഞെടുക്കുന്നു എന്നുള്ളത് എനിക്ക് അങ്ങേയറ്റം സന്തോഷം നൽകുന്ന, അഭിമാനമുള്ള കാര്യമാണ്. മറ്റൊന്ന്, നമ്മൾ ചർച്ച തുടങ്ങുന്നതിന് മുമ്പായിട്ട് തന്നെ മഹേഷും രവിതയും ഒക്കെ പറയുന്നു ആളുകൾ വളരെ കുറവാണ് എന്ന് പറയുന്നു. സാഹിത്യം വളരെ പേഴ്സണലാണ്, വ്യക്തിപരമാണ്. അത് ഒരു ആൾക്കൂട്ടത്തോട് അല്ല സംസാരിക്കുന്നത്. സാഹിത്യം സംസാരിക്കുന്നത് ഒറ്റപ്പെട്ട മനുഷ്യരോട്, അവരുടെ ഹൃദയത്തോടാണ് സംവദിക്കുന്നത്. ഞാൻ കോഴിക്കോട് പോയിട്ടുണ്ട്, കണ്ണൂർ, കൊല്ലം, തിരുവനന്തപുരം, ആലപ്പുഴ, ഏതാണ്ട് കേരളത്തിലെ എല്ലാ ജില്ലകളിലെയും എല്ലാ ഗ്രാമപ്രദേശങ്ങളിലൂടെയും ഇതുപോലെ സാഹിത്യ സംബന്ധിയായ സംസാരങ്ങൾക്കും പുസ്തക ചർച്ചകൾക്കും കഥാവായനയ്ക്കും ഒക്കെ വേണ്ടിയിട്ട് ഞാൻ യാത്ര ചെയ്ത് അവിടെയുള്ള മനുഷ്യരോട് സംസാരിച്ചിട്ടുണ്ട്. അവിടെയൊക്കെ വളരെ കുറച്ച് ആളുകളാണുള്ളൂ. കൂടി വന്നാൽ 20, 30, 50 കൂടുതൽ ഒരു സദസ്സിലും ഞാൻ ആളുകളെ കണ്ടിട്ടില്ല. പക്ഷെ അവരെല്ലാം വളരെ ഹൃദയപൂർവ്വമാണ്, വളരെ താല്പര്യപൂർവ്വമാണ് നമ്മൾ സംസാരിക്കുന്നത്, കേൾക്കുന്നത്, നമ്മൾ പറയുന്ന സാഹിത്യത്തെ ഹൃദയപൂർവ്വം സ്വീകരിക്കുന്നത്, അതിനോട് പ്രതികരിക്കുന്നത്. അതുകൊണ്ട് ആൾക്കൂട്ടമല്ല, ഒറ്റപ്പെട്ട ആളുകളാണ്, ചെറിയ ചെറിയ മനുഷ്യരാണ്. വട്ടത്തിലിരുന്ന്, കൂടിയിരുന്ന്, ഒരു തിണ്ണയിലിരുന്ന് പരസ്പരം എങ്ങനെ കൂട്ടുകാർ തങ്ങൾ വായിച്ച കഥകളെക്കുറിച്ചും കവിതയെക്കുറിച്ചും പുസ്തകങ്ങളെക്കുറിച്ചും സംസാരിക്കുന്നുവോ അതേ ഹൃദയ വായ്പോടെയാണ് സാഹിത്യം, ലിറ്ററേച്ചർ എടുക്കേണ്ടത്, ചർച്ച ചെയ്യേണ്ടത് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അതുകൊണ്ട് ആൾക്കൂട്ടമില്ലാത്തതിൽ പക്ഷേ എനിക്കൊരു ഖേദം എന്നല്ല, ആൾക്കൂട്ടമല്ല വേണ്ടത്, ഒറ്റപ്പെട്ട ആളുകളെ തന്നെയാണ് ഞാൻ എൻ്റെ കഥകളിലൂടെ ആവിഷ്കരിക്കുന്നതും. അത്തരത്തിലുള്ള മനുഷ്യരുടെ വായനയാണ് എഴുത്തുകാരൻ എന്ന നിലയിൽ ഞാൻ അന്വേഷിക്കുന്നതും. വായിക്കുന്നത് വളരെ ഏകാന്തമായിട്ടാണ് വായിക്കുന്നത്. ഒരാളാണ് നമ്മൾ പുസ്തകം കയ്യിൽ പിടിച്ചുകൊണ്ട് നമ്മൾ ഒറ്റയ്ക്കാണ് വായിക്കുന്നത്. നമ്മൾ കൂട്ടമായി വായിക്കുന്നില്ല. നമ്മൾ പുസ്തകം കയ്യിൽ വെച്ച് ഞാൻ ഒറ്റയ്ക്ക് വായിക്കുന്നു, ഞാൻ ഒറ്റയ്ക്ക് ആനന്ദിക്കുന്നു. പുസ്തകത്തിൽ എഴുതിയ അക്ഷരങ്ങൾ പകരുന്ന സന്തോഷമാണെങ്കിലും സങ്കടമാണെങ്കിലും എന്ത് വികാരമാണെങ്കിലും ഞാനത് ഒറ്റയ്ക്ക് അനുഭവിക്കുന്നു. അത് എൻ്റെ ഇഷ്ടമാണ്, എൻ്റെ താല്പര്യമാണ്. അതുകൊണ്ട് ആൾക്കൂട്ടത്തിൽ കാര്യമില്ല, നമ്മൾ മതിയാകും ഈ പുസ്തകം ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട്. മറ്റൊന്ന്, ഈ ചെയർമാനും ഞാനും ക്ലാസ്മേറ്റ്സ് ആയിരുന്നു. ഞാനും ബിജു ഒരു ക്ലാസ്സിൽ ആയിരുന്നു പഠിച്ചത്, ആശ്രമം ഹയർ സെക്കൻഡറി സ്കൂളിൽ. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും പഠിക്കാൻ ഭയങ്കര കേമന്മാരായതുകൊണ്ട് ഏറ്റവും പുറകിലായിരുന്നു സ്ഥാനം. ബിജു ഏറ്റവും മൂലകെ, ഞാൻ അതിൻ്റെ തൊട്ട് പുറകിൽ ബെഞ്ചിൽ. അപ്പോൾ അദ്ദേഹം പുറകിലിരുന്നുകൊണ്ട് എന്നെ ഭീഷണിപ്പെടുത്തും.
ഞാനോ ഒന്നും പഠിച്ചിട്ടില്ല, ഞാൻ എഴുതുന്നത് പൊട്ടത്തെറ്റാണ്. എന്നിട്ട് അത് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് പുറകിൽ നിന്ന് ഇദ്ദേഹം എന്നോട് പറയുന്നത്. അതിലേറ്റവും രസമുള്ളൊരു കാര്യമുണ്ട്, ഇത് കാണിച്ചു കൊടുത്തില്ലെങ്കിൽ ബിജു പുറകിലിരുന്ന് എന്നോട് പറയുന്നത്, നിന്നെ ഞാൻ പുറത്തിറങ്ങുമ്പോൾ പട്ടാണിക്കുത്ത് കുത്തും എന്നാണ്. അന്ന് എനിക്ക് ഈ പട്ടാണിക്കുത്ത് എന്ന് പറഞ്ഞ സംഭവം എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അതെന്തോ വലിയ സംഭവമാണ്, അത് കിട്ടിക്കഴിഞ്ഞാൽ നമ്മളാകെ വശം കിട്ടുപോകും. അതുകൊണ്ട് എന്ത് തെറ്റാണെങ്കിലും കാണിച്ചു കൊടുത്തേക്കാം എന്ന് വിചാരിച്ചിട്ട് ഞാൻ എൻ്റെ പൊട്ടത്തെറ്റുകൾ ഇഷ്ടം കാണിച്ചു കൊടുക്കുകയാണ് ചെയ്തുകൊണ്ടിരുന്നത്. എന്തായാലും ബിജുവിനെ ഇങ്ങനെ നഗരസഭാ ചെയർമാനായി കാണുവാനും അദ്ദേഹത്തിന് മുന്നിൽ ഇങ്ങനെ നിൽക്കുവാനും കഴിയുന്നു എന്നുള്ളത് വളരെ വലിയൊരു കാര്യമാണ്. ഞാൻ പിന്നീട് പഠനം കഴിഞ്ഞിട്ട് ഞാൻ പ്രീ ഡിഗ്രിക്ക് പോയി, ആലുവ UC കോളേജിലായിരുന്നു. പിന്നീട് ഡിഗ്രിയും ഞാൻ അവിടെ തന്നെ ചെയ്തു. പിന്നെ 2 MA പുറത്ത് ചെയ്തു. പിന്നെ യാത്രകളായിരുന്നു. ഡൽഹിക്ക് പോയി, നാഗാലാൻഡിൽ പോയി, ആസാമിൽ കുറേ കാലം ജോലി ചെയ്തു, തിരുവനന്തപുരം പോയി, കോട്ടയം പോയി. പിന്നെ കല്യാണം കഴിഞ്ഞ് കുട്ടി ഒക്കെ ആയി, കുടുംബം പ്രാരാബ്ധമൊക്കെ ആയി, വീട്ടിൽ അച്ഛന് അസുഖമൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ യാത്രകൾ കുറച്ചു. പിന്നെ ഭാര്യയും ഗവൺമെൻറ് എംപ്ലോയി ആയതുകൊണ്ട് അയാളുടെ ജോലിയും പ്രാരാബ്ധങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ ഞാനും ഷായി ചേട്ടനും കൂടെ ഇങ്ങനെ മീഡിയ സിറ്റി ചാനലും അങ്ങനെ ചെറിയ ചെറിയ സംരംഭങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ ഒതുങ്ങിയിരിക്കുകയാണ്. പക്ഷെ എന്നെ സംബന്ധിച്ച് എനിക്കിങ്ങനെ ഒതുങ്ങാൻ പറ്റില്ല, എനിക്കിങ്ങനെ ഒതുങ്ങാൻ പറ്റില്ല. ഇങ്ങനെ ചില പിള്ളേർക്ക് പിരിവിരിപ്പ് പോലെയാണ്, ഓടിക്കൊണ്ടിരിക്കണം. എൻ്റെ പെരുവിരിപ്പ് ഞാനിപ്പോൾ ഈ എഴുത്തിലാണ് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത്. രാവിലെ എഴുന്നേറ്റിട്ട് കൃത്യമായി പുസ്തകങ്ങൾ വായിക്കുക, എഴുതുക, അതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളിൽ വ്യാപരിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ എൻ്റെ ഒരു ശീലമായി മാറ്റിയിട്ടുള്ളത്. ഒപ്പം എറണാകുളത്തുള്ള ഒരു പരസ്യ കമ്പനിയിൽ കോപ്പി എഡിറ്ററായിട്ടും ജോലി ചെയ്യുന്നുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ചില കാര്യങ്ങളാണ് വ്യക്തിപരമായിട്ടുള്ളത്. എന്നെ അച്ഛൻ, ഞാൻ 5ാം ക്ലാസ് വരെ ഓണംകുളം PV സ്കൂളിലാണ് പഠിച്ചത്. അപ്പോൾ അച്ഛന് ഒരു തോന്നലുണ്ടായി, ഈ പെരുമ്പാവൂർ ആശ്രമം ഹയർ സെക്കൻഡറി സ്കൂൾ ഇച്ചിരി കേമപ്പെട്ട സ്കൂളാണെന്ന്, അവിടെ പഠിച്ചാൽ എൻ്റെ മകൻ വളരെ മിടുക്കനാവുമെന്ന്. അതുകൊണ്ട് അച്ഛൻ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ 5ാം ക്ലാസ് കഴിഞ്ഞിട്ട് 6ാം ക്ലാസ്സിൽ എന്നെ ഇവിടെ ആശ്രമം സ്കൂളിൽ കൊണ്ടുവന്ന് ചേർത്തു. ചെറിയ കുട്ടിയാണ്, ഞാനിപ്പോൾ ഇത്രയും പൊക്കമുള്ളൂ, ചെറുതാണ്. അപ്പോൾ അന്ന് തീരെ ചെറുതാണ്. അപ്പോൾ ഞാൻ എന്നേക്കാൾ ഭാരമുള്ള ബാഗും തൂക്കിയിട്ട് അവിടെ നിന്ന് ഈ പ്രൈവറ്റ് ബസ്സിൽ കയറി, ചെറിയ കുട്ടിയാണ്, ബസ്സിൽ കയറി ഞാൻ പെരുമ്പാവൂർ ബസ് സ്റ്റാൻഡിൽ വന്ന് ഇറങ്ങുന്നു. മിക്കവാറും നടന്ന് ബസ് സ്റ്റാൻഡിൽ നിന്ന് നടന്ന് ആശ്രമം സ്കൂളിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. വൈകുന്നേരവും അതുപോലെ തന്നെ ആശ്രമത്തിൽ നിന്ന് നടന്ന്, അറിയാമല്ലോ ദൂരമുണ്ട്, കുറച്ച് ദൂരമുണ്ട്. ഇപ്പോൾ ചെറിയ കുട്ടിയെ സംബന്ധിച്ച് ഒരു ഭാരമാണ്. എൻ്റെ മകൾ 6ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. ഞാൻ അവളെ വീടിൻ്റെ മുമ്പിലെ ഗേറ്റിൽ നിന്ന് ബസ് കയറ്റി വിട്ടിട്ട് സ്കൂളിൽ ചെല്ലുമ്പോൾ ഞാൻ സാറിനെ വിളിച്ചു ചോദിക്കും, ബസ് വന്നോ എന്ന് ചോദിക്കും. 2 പ്രാവശ്യം ബസ് ഓടിക്കുന്ന ഡ്രൈവറെ ചേട്ടനെ വിളിച്ചു ചോദിക്കും. ആ അവസ്ഥയിലാണ്. പക്ഷേ അങ്ങനെയാണ് ഞാൻ എൻ്റെ കുട്ടിയെ ഇപ്പോൾ വൈകുന്നേരം അതുപോലെ തന്നെ കൃത്യമായിട്ട് അവിടെ നിൽക്കുക, മോള് വരുന്നുണ്ടോ നോക്കി, അല്ലെങ്കിൽ ഞാൻ സ്കൂളിൽ അന്വേഷിച്ചു ചെല്ലും. എൻ്റെ മാതാപിതാക്കൾക്ക് അത്തരത്തിലുള്ള ഒരു അരക്ഷിത ബോധം ഉണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നില്ല. അവർക്കൊരു കരുത്തുണ്ടായിരുന്നു മനസ്സിനെ, അവർക്കൊരു ധൈര്യം ഉണ്ടായിരുന്നു. അവൻ പൊക്കോളും, നേടി പോന്നോളും, കുഴപ്പമില്ല എന്നൊരു ധൈര്യം ഉണ്ടായിരുന്നു. ആ ധൈര്യം നല്ലതായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഞാൻ വൈകുന്നേരം സ്കൂൾ വിട്ടിട്ട് ആശ്രമത്തിൽ നിന്ന് നടന്ന് വെറുതെ പച്ചക്കറി, നമ്മുടെ ഇപ്പോഴത്തെ ആ സസ്യ മാർക്കറ്റിൻ്റെ അവിടേക്ക് പോയി വെറുതെ വായിൽ നോക്കിക്കും. പിന്നെ നടന്ന് നേരത്തെ വരുന്ന ദിവസമാണെങ്കിൽ കോടതിയുടെ വരാന്തി, ഇന്നത്തെ കോടതിയല്ല, പണ്ടത്തെ ആ കെട്ടിടമുണ്ടല്ലോ, പഴയ കെട്ടിടത്തിൻ്റെ വരാന്തയിൽ പോയി നിന്നിട്ട് ഈ സിനിമയിൽ മമ്മൂട്ടി മോഹൻലാലൊക്കെ വക്കീലന്മാരായിട്ട് വാദിക്കുന്നതുമാതിരി ആണോ കേസ് വാദിക്കുന്നത് എന്നറിയാൻ വേണ്ടിയിട്ട് ഞാൻ ജനലിലൂടെ ഈ ജഡ്ജിയെ വക്കീലിനെയൊക്കെ നോക്കിക്കൊണ്ട് നിൽക്കും. പലപ്പോഴും വീട്ടിൽ ചെല്ലുക 6 മണി, സന്ധ്യ കഴിഞ്ഞിട്ടായിരിക്കും വീട്ടിൽ ചെല്ലുക. അന്ന് ഞാൻ നമ്മുടെ നഗരത്തിൽ പല തരത്തിലുള്ള മനുഷ്യരെ കണ്ടിട്ടുണ്ട്. അന്ന് ഞാൻ കണ്ട ഒരാളാണ് രാമൻ കർത്താവ്. ആ രാമൻ കർത്താവാണ് പെരുമ്പാവൂർ യാത്രീ നിവാസ് എന്ന കഥയിൽ വന്നിട്ടുള്ളത്. അദ്ദേഹം ചോദിക്കുകയാണ്, ഇവിടെ എന്താണ് ഈ നീതി നടപ്പിലാവാത്തത്, ഈ മനുഷ്യർക്ക് എന്താ നീതി കിട്ടാത്തത് എന്ന് അദ്ദേഹത്തിൻ്റെ ഭ്രാന്ത് ചോദിപ്പിക്കുകയാണ്. രാമൻ കർത്താവിൻ്റെ ഭ്രാന്ത് നഗരത്തിൻ്റെ ഉണ്മയായി പ്രവർത്തിക്കുന്നതാണ് കഥയിൽ ആവിഷ്കരിച്ചിട്ടുള്ളത്. അത് ചോദിക്കുന്നു, ഈ ജീവിതത്തെക്കുറിച്ച് ഉൾക്കാഴ്ചയില്ലാത്തൊരു മജിസ്ട്രേറ്റാണോ എന്നാണ് ഈ രാമൻ കർത്താവ് ചോദിക്കുന്നത്. യാത്രീ നിവാസിൽ നിന്നുകൊണ്ട് വളരെ കാലം രാമൻ കർത്താവ് നമ്മുടെ നഗരത്തിലുണ്ടായിരുന്നു. തലയിലിരിക്കുക, ഇടയ്ക്ക് ഇങ്ങനെ ഒരു പൂക്കൾ കൊണ്ട് തൊപ്പിയൊക്കെ വെച്ചിട്ട് അദ്ദേഹം നടന്നു പോകുന്നത് കാണാം. ഇടയ്ക്ക് നിന്നുകൊണ്ട് ഇങ്ങനെ പ്രസംഗിക്കും. മനുഷ്യ സ്നേഹികളെ, നിങ്ങൾക്കറിയാമോ പി തങ്കച്ചൻ നിയമസഭാ സ്പീക്കറായി, AK ഹുർമീസ് തരകൻ ഫെഡറൽ ബാങ്ക് ചെയർമാനായി എന്നൊക്കെ, ഇവിടുത്തെ പറയനും പൊലയനും ഉള്ളാടനും എന്തായി എന്നൊക്കെ പുള്ളി വെറുതെ ഇങ്ങനെ ആക്രോശിച്ചുകൊണ്ട് പ്രസംഗിക്കും. തെരുവിലൂടെ നഗരത്തിലേക്ക് വെറുതെ
ആരും കേൾക്കാനൊന്നുമില്ല, ചുമ്മാ പുള്ളി പ്രസംഗിക്കുകയാണ്. അയാൾ ചോദിക്കുന്ന ചോദ്യം ഭ്രാന്തായിരുന്നില്ല, അത് ഉണ്മയായിരുന്നോ? അദ്ദേഹത്തിന്റെ വൈകാരിക പ്രജ്ഞ ധർമ്മത്തെക്കുറിച്ച്, ധാർമ്മിക നീതികളെ കുറിച്ച് നിരന്തരം നഗരത്തെ അലോസരപ്പെടുത്തിക്കൊണ്ടിരുന്നു. ഈ അലോസരം പെരുമ്പാവൂർ യാത്രാനിവാസ് എന്ന കഥയിലുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ 7ാം ക്ലാസ്സിലോ മറ്റോ പഠിക്കുമ്പോഴാണ് കോടനാട് താമസിച്ചിരുന്ന മഹാകവി ചെങ്ങമ്പുഴ കൃഷ്ണപിള്ളയുടെ മകൾ അജിതയും അദ്ദേഹത്തിന്റെ കുടുംബവും ആത്മഹത്യ ചെയ്ത വാർത്ത അറിയുന്നത്. അന്ന് നമ്മൾ സ്കൂളിലൊക്കെ അത് ഭയങ്കര ചർച്ചയായിരുന്നു. ഞങ്ങളൊക്കെ ഇങ്ങനെ, ഒരു കുടുംബം വിഷം കഴിച്ചു, ഒരു കുടുംബത്തിലെ 4 അംഗങ്ങളും വിഷം കഴിച്ച് മരിക്കുമോ എന്നൊക്കെ ചോദിച്ചാൽ ഞങ്ങളിങ്ങനെ പരസ്പരം ഇങ്ങനെ ചർച്ച ചെയ്യുന്നുണ്ട്. നമ്മുടെ അപ്പുറത്തെ മറ്റേ മാർത്തമ്മ കോളേജിന്റെ പുറകിലൊരു വീടുകളുണ്ട്, അവിടെ അജിത്ത് എന്നൊക്കെ പറഞ്ഞ്, രമേശ് എന്നൊക്കെ പറഞ്ഞ് അവരുണ്ട്. അവരിത് ക്ലാസ്സിൽ വന്ന് ഭയങ്കര വർണ്ണിച്ച് പറയുകയാണ്. അപ്പോൾ ഞങ്ങളിങ്ങനെ കേട്ട് ഇങ്ങനെ എന്തോ വലിയ അത്യാഹിതം നാട്ടിൽ സംഭവിച്ചിരിക്കുന്നു, ഒരു കുടുംബം അപ്പാടെ ആത്മഹത്യ ചെയ്തിരിക്കുന്നു. അത് ഞങ്ങൾ സ്കൂളിൽ ഞങ്ങൾ പഠിക്കാനുള്ള കവിത എഴുതിയിട്ടുള്ള ചെങ്ങമ്പുഴ കൃഷ്ണപിള്ളയുടെ മകൾ അജിതയും 2 മക്കളും ഭർത്താവുമാണ് എന്നറിയുന്നു. ഞങ്ങൾ കവിത എടുത്ത് പുസ്തകത്തിലേക്ക് നോക്കുന്നു, വീണ്ടും ചിന്താധീനരായിത്തീരുന്നു. ചെറിയ കുട്ടികളാണല്ലോ, 7ാം 6ാം 7ാം മറ്റ് പഠിക്കുന്ന ചെറിയ കുട്ടികളാണ്. എന്തായിരിക്കും ആ കുടുംബം ആത്മഹത്യ ചെയ്യാനുള്ള കാരണം? എന്തായിരിക്കും ഈ ചെങ്ങമ്പുഴ കൃഷ്ണപിള്ളയുടെ മകളും കുടുംബവും അവരെ പ്രേരിപ്പിച്ചത്? എന്തായിരിക്കും? ജീവിതം മരണത്തിലേക്ക് ഉപേക്ഷിക്കാൻ വേണ്ടിയിട്ട് ചെറിയ മനസ്സുകൊണ്ട് ഞങ്ങളിങ്ങനെ ചിന്തിക്കുകയാണ് കുട്ടികള്. ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. അയൽവക്കത്ത് നിന്ന് കടം വാങ്ങിയ 20 രൂപ കൊണ്ടാണ് നമ്മുടെ കോടതിയുടെ ഫ്രണ്ടിൽ വിഷം വാങ്ങിയിട്ട് ആ സ്ത്രീ മരിക്കുമെന്ന് ഉറപ്പിച്ചുകൊണ്ട് നമ്മുടെ കോടതിയുടെ മുമ്പിൽ വന്ന് നിൽക്കുകയാണ് ബസ് കാത്ത്. കടം വാങ്ങിയ 20 രൂപ വാങ്ങിക്കൊണ്ട് ഒരു കടയിൽ നിന്ന് വിഷം വാങ്ങി, ആ വിഷം വീട്ടിൽ കൊണ്ടുപോയി ഭക്ഷണത്തിൽ കലർത്തിയിട്ട് വേണം മരിക്കാൻ. ആത്മഹത്യ ചെയ്യും, മരിക്കുമെന്ന് ഉറപ്പിച്ചുകൊണ്ട് ഒരു സ്ത്രീ നമ്മുടെ കോടതിയുടെ മുമ്പിൽ വന്ന് നിൽക്കുമ്പോൾ അവർക്ക് നിഷേധിക്കപ്പെട്ട നീതി എവിടെ എന്നൊരു ചോദ്യം വരുന്നുണ്ട്. ഒരാൾ ആത്മഹത്യ ചെയ്യാൻ തീരുമാനിക്കുന്നത് നീതി നിഷേധം കൊണ്ടാണ്. ഒന്നുകിൽ ദൈവത്തിൽ നിന്ന് നീതി കിട്ടണം, അല്ലെങ്കിൽ സമൂഹത്തിൽ നിന്ന് നീതി കിട്ടണം, അല്ലെങ്കിൽ സഹജീവികൾ, മനുഷ്യർ, അവർക്ക് നീതി കൊടുക്കണം. ഒരാൾ ആത്മഹത്യ ചെയ്യുമ്പോൾ അവിടെ ഒരു നീതി നിഷേധം നടക്കുന്നുണ്ട്. ആ നീതി നിഷേധത്തെ പെരുമ്പാവൂർ യാത്രാനിവാസ് ചോദ്യം ചെയ്യുന്നുണ്ട്. മറ്റൊന്ന്, നമ്മുടെ പൂട്ടിപ്പോയ റയോൺസ് കമ്പനിയാണ്. ഒരു കാലത്ത് നമ്മുടെ നഗരത്തിന്റെ ധനവിനിമയങ്ങളെ നിയന്ത്രിച്ചിരുന്നത് റയോൺസ് കമ്പനിയാണ്. അറിയാമല്ലോ, എന്നേക്കാൾ നന്നായിട്ട് അതിനെക്കുറിച്ചൊക്കെ അറിയാവുന്ന ആളുകളാണ് എൻ്റെ മുമ്പിലിരിക്കുന്നത്. നമ്മുടെ നഗരത്തിലെ ധനക്രയ വിക്രയങ്ങൾ മുഴുവൻ നിയന്ത്രിച്ചു കൊണ്ടിരുന്നത് റയോൺസ് കമ്പനിയാണ്. ആ റയോൺസ് കമ്പനി പൂട്ടിപ്പോയി. 100 കണക്കിന് തൊഴിലാളികൾ അവർക്ക് ജീവിതം നഷ്ടപ്പെട്ടു. അവിടെ ഒരു നീതി നിഷേധം നടന്നിട്ടുണ്ട്. ഒരാൾക്ക് തൊഴിൽ നിഷേധിക്കപ്പെടുമ്പോൾ, ഒരാൾക്ക് തൊഴിൽ നഷ്ടപ്പെടുമ്പോൾ, അവർക്ക് സുഗമമായ ജീവിതം നഷ്ടമാകുമ്പോൾ, അവർ ജീവിതത്തിൽ നിന്ന് പുറത്താകുമ്പോൾ അവിടെ ഒരു നീതി നിഷേധം നടക്കുന്നുണ്ട്. ആ നീതി നിഷേധത്തെ പെരുമ്പാവൂർ യാത്രാനിവാസ് എന്ന കഥ വ്യാഖ്യാനിക്കാൻ ശ്രമിക്കുന്നുണ്ട്, വിശകലനം ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ബിജു അറിയുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. നമ്മുടെ കോടതിക്ക് താഴെ ഔഷധി ജംഗ്ഷനിൽ ഓട്ടോറിക്ഷ ഓടിക്കുന്ന ഒരു സതീഷിൻ്റെ, അവൻ എൻ്റെ കൂടെ ആലുവ UC കോളേജിൽ ഡിഗ്രിക്കുണ്ടായിരുന്നു. അവൻ BSc കെമിസ്ട്രിയും ഞാൻ BSc ഫിസിക്സും ആയിരുന്നു. എങ്കിലും ഞങ്ങൾ രണ്ടുപേരും ഒന്നിച്ചാണ് പോയിക്കൊണ്ടിരുന്നത്. പക്ഷെ അവൻ പിന്നെ ജോലിയൊന്നും കിട്ടാതെ കൊണ്ട് ഇപ്പോൾ ഓട്ടോറിക്ഷ ഓടിക്കുക. സതീഷ് ഈ സതീഷ് ഞാൻ ഒന്നിച്ചാ ബസ് കയറി പോയിക്കൊണ്ടിരുന്നത്. ഞങ്ങൾ ഭയങ്കര ഉറ്റ കൂട്ടുകാരായിരുന്നു. എനിക്ക് മുമ്പേ അവൻ കല്യാണം കഴിച്ചു, അവനൊരു മകളുണ്ടായി. ഞാൻ കുറച്ച് വയ്യ കല്യാണം കഴിച്ചത്. ഞാൻ ഈ അലച്ചിലും യാത്രകളും ഡൽഹിയും ആസാമും നാഗാലാൻഡൊക്കെ ആയിട്ട് ഇങ്ങനെ ഭ്രാന്ത് പിടിച്ച് നടക്കുമായിരുന്നു. അവൻ്റെ വീട്ടിൽ അച്ഛനെ സുഖമില്ലാതെ കഴിഞ്ഞപ്പോൾ അവനെ പെട്ടെന്ന് പിടിച്ച് കെട്ടിച്ചു. അതുകൊണ്ട് അവന് പെട്ടെന്ന് കുട്ടിയുണ്ടായി. മകളാണ് ഉണ്ടായത്. മകള് കുറച്ച് അവൻ ഭയങ്കര ഓമനിച്ച് ആയിരുന്നു ആ മകളെ വളർത്തിയിരുന്നത്. അപ്പം വീട്ടും മകളെയും കൊണ്ട് മിക്കവാറും എൻ്റെ വീട്ടിൽ വരും. വീട്ടിലുള്ളപ്പോൾ ഞാൻ അവളെ എടുത്തോണ്ട് നടക്കും, ഓമനിക്കും, അവളുടെ ഇഷ്ടങ്ങളെല്ലാം സാധിച്ചു കൊടുക്കും. കുട്ടിയെ കുറച്ച് വളർന്ന് സ്കൂളിലൊക്കെ പോയി തുടങ്ങാറായ സമയത്ത് കുട്ടി മരിച്ചു, മരണപ്പെട്ടു പോയി. പോഞ്ഞശ്ശേരിയുടെ വീട്.
കുട്ടി മരിച്ചുപോയി. ഞാനന്ന് തിരുവനന്തപുരത്താണ് ജോലി ചെയ്യുന്നത്. അവൻ എന്നെ കരഞ്ഞുകൊണ്ട് വിളിക്കണം, നീ പെട്ടെന്ന് വരണം, എടാ ഇങ്ങനെ നമ്മുടെ പൊടിമോള് പോയിടാ എന്ന് പറഞ്ഞു. ഞാനപ്പോൾ തന്നെ എവിടെയോ നിൽക്കുമായിരുന്നു. ഞാൻ അപ്പം തന്നെ ട്രെയിൻ കയറി വീട്ടിൽ വന്നപ്പോഴേക്കും പോസ്റ്റ്മോർട്ടം എന്തോ കഴിഞ്ഞിട്ട് വീട്ടിൽ ബോഡിയുണ്ട്, ചെറിയ കുട്ടി. അതിനുശേഷം സതീഷ് വല്ലാതെ ഒരു വിഭ്രാന്തിക്ക് അടിപ്പെട്ടു. അപ്പോൾ അവൻ എന്നോട് എപ്പോഴും പറയും, ഈ കുട്ടിയെ നമ്മുടെ ഗേൾസ് സ്കൂളിൽ ചേർക്കണം, അവളിങ്ങനെ പച്ച പാവാടയും വെള്ള ബ്ലൗസും ഇട്ടിട്ട് ഇങ്ങനെ മറ്റു കുട്ടികളുടെ കൂടെ ഓടി വരുന്നത് കാണാൻ എന്ത് ഭംഗിയായിരിക്കും എന്നൊക്കെ അവന് കുറേ കുട്ടിയെ ചുറ്റിപ്പറ്റിയുള്ള കുറേ സ്വപ്നങ്ങൾ ഇങ്ങനെ പറയുമായിരുന്നു. കുട്ടിയുടെ മരണം അദ്ദേഹത്തെ വല്ലാതെ ഉലച്ചു കളഞ്ഞു. ഒരു മനോവിഭ്രാന്തി പോലെയായിരുന്നു. പിന്നീട് അതിനുശേഷം അദ്ദേഹത്തിന് അതിൽ നിന്ന് പുറത്തു കിടക്കാൻ പറ്റിയില്ല. ഞാൻ ടൗണിൽ വരുമ്പോൾ മിക്കവാറും വൈകുന്നേരം സ്കൂൾ വിടുമ്പോൾ പുള്ളി അവിടെ യാത്രി നിവാസിന് അവിടെ ബസ്സുകൾ നിൽക്കുന്ന ആ ബുക്ക് സ്റ്റാളുണ്ടല്ലോ, ആ ബുക്ക് സ്റ്റാളിൻ്റെ സൈഡിൽ ഇങ്ങനെ വന്ന് നിൽക്കും. പിള്ളേർ സ്കൂൾ വിട്ട് പോകുന്നത് കാണാൻ, പച്ച പാവാടയും വെള്ള ബ്ലൗസും ഇട്ട് ചെറിയ പെൺകുട്ടികൾ സ്കൂൾ വിട്ട് പോകുന്നത് കാണാൻ സതീഷ് അവിടെ വന്ന് നിൽക്കും, സ്കൂൾ വിട്ട് പോകുന്നത് കാണാൻ. അപ്പോൾ സതീഷിൻ്റെ ഭാര്യ എന്നെ വിളിക്കും, രാജി, വിളിച്ചിട്ട് പറയും, ചേട്ടാ സതീഷ് ചേട്ടൻ പുറത്തേക്ക് പോയിട്ടാണ്, ഒന്ന് നോക്കണം എന്ന് പറയും. ഞാനിവിടെ തന്നെ ഇവിടെ വന്ന് നോക്കുമ്പോൾ ആൾ ഇവിടെ നിൽക്കുന്നുണ്ട്. സതീഷ് എന്നോട് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, എടാ സ്കൂൾ വിട്ട് പോകുന്ന കുട്ടികളുടെ ഇടയിൽ നിന്ന് എൻ്റെ മോള് പെട്ടെന്ന് ഇങ്ങനെ അച്ഛാ എന്ന് വിളിച്ച് ഓടി വന്നാലോ? സതീഷിന് സംഭവിച്ചത് ദൈവനീതിയുടെ നിഷേധമാണ് എന്ന് ഞാൻ പറയും. നമ്മൾ വിധി എന്നൊക്കെ പറയുമല്ലോ, വിധി എന്നും അങ്ങനെയൊക്കെയല്ലേ നമ്മൾ പേരിട്ട് വിളിക്കുക. സതീഷിന്റെ ജീവിതത്തിൽ സംഭവിച്ചത് ദൈവത്തിൽ നിന്ന് കിട്ടേണ്ട നീതിയാണ്. ആ നീതി നിഷേധിക്കപ്പെട്ടു. അതുകൊണ്ട് അദ്ദേഹത്തിന് മകളെ നഷ്ടപ്പെട്ടു. നമ്മൾ മനുഷ്യര് ഈ ഭൂമിയിൽ ജീവിക്കുന്നത് സാമൂഹിക നീതി, ദൈവനീതി, പിന്നെന്താ ഈ കോടതി ഉണ്ടല്ലോ, ആ കോടതിയുടെ നീതി, അങ്ങനെ ചില വ്യവഹാരങ്ങൾ കൊണ്ട് കെട്ടപ്പെട്ട മനുഷ്യരാണ് നമ്മൾ. ഇത്തരം നീതി കൊണ്ട് ബന്ധിതരാണ് നമ്മൾ. ആ നീതി നിഷേധിക്കപ്പെടുമ്പോൾ നമ്മൾ അല്ലാതെയായി തീരും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ ഷായി ചേട്ടാ എന്ന് എൻ്റെ സുഹൃത്തിനെ വിളിക്കുമ്പോൾ ഷായി ചേട്ടനിൽ നിന്ന് തിരിച്ചൊരു റിപ്ലൈ ഉണ്ട്. അത് സ്നേഹത്താൽ ബന്ധിതമായ ഒരു റിപ്ലൈ ആണ്. അത് കിട്ടാതെ വരുമ്പോൾ, അത് നിഷേധിക്കപ്പെടുമ്പോൾ എൻ്റെ മനസ്സൊന്ന് ചഞ്ചലപ്പെട്ടു പോകും. അങ്ങനെ മനസ്സ് ചഞ്ചലപ്പെട്ടു പോയ മനുഷ്യരുടെ കഥയാണ് പെരുമ്പാവൂർ യാത്രി നിവാസ്. അത് പെരുമ്പാവൂർ യാത്രി നിവാസ് ഞാൻ വളരെ മാസങ്ങളോളം എടുത്ത് വളരെ പതുക്കെ എഴുതി അവസാനിപ്പിച്ച് കുറേ ഡൗട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. എഴുതുമ്പോൾ ഇങ്ങനെ ചില സംശയങ്ങൾ വരും ചില വാക്കുകളിൽ. അങ്ങനെ പതുക്കെ എഴുതി കംപ്ലീറ്റ് ചെയ്ത കഥയാണ് യാത്രി നിവാസ്. എഴുതി കഴിഞ്ഞിട്ട് എന്നോട് മലയാളം വരിക, നീ കഥ വല്ലതും എഴുതിയിട്ട് നീ എനിക്ക് തരണം എന്ന് എഡിറ്റർ എന്നോട് ആവശ്യപ്പെട്ടിരുന്നു. അപ്പോൾ ഞാൻ എഡിറ്റർക്ക് ഫോണിൽ വാട്സപ്പിൽ മെസ്സേജ് ഒന്നും അയക്കാതെ ഞാൻ വെറുതെ മലയാളം വരികയുടെ മെയിലിലേക്ക് കിട്ടും. അവർ കാണുകയാണെങ്കിൽ കണ്ടോട്ടെ, കണ്ടില്ലെങ്കിലും കുഴപ്പമില്ല എന്നുള്ള രീതി, പ്രസിദ്ധീകരിച്ച് ഇല്ലെങ്കിൽ കുഴപ്പമില്ല എന്ന്. പക്ഷേ അവരത് കണ്ടു. ഞാൻ കുറച്ച് കഴിയുമ്പോൾ തന്നെ അവർ കണ്ടു. എഡിറ്റർ കഥ വായിച്ചിട്ട് അപ്പോൾ തന്നെ എഡിറ്റോറിയൽ മീറ്റിംഗ് കൂടി. അവരെല്ലാവരും ഒന്നിച്ചിരുന്ന് ഒന്നുകൂടെ കഥ വായിച്ചു. അവർക്ക് ആ കഥ ഭയങ്കര വിസ്മയമാണ് എന്ന് തോന്നി. അപ്പോൾ അവരെന്നോട് പറഞ്ഞു, നിൻ്റെ ഒരു ഫോട്ടോ അയച്ചു തരണം എന്ന് പറഞ്ഞു. അപ്പോൾ ആ കഥ അവർ വളരെ പ്രാധാന്യത്തോടെ എൻ്റെ വലിയൊരു ഫോട്ടോ, ഒരു പേജ് നിറയെ എൻ്റെ ഫോട്ടോയായിരുന്നു, ഞാനിങ്ങനെ ചിരിച്ചെടുക്കുന്ന ഫോട്ടോ, അത് വെച്ച് വളരെ പ്രാധാന്യത്തോടെ ആ കഥ പിറ്റേ ലക്കം മലയാളം വാരിക അച്ചടിച്ചു വന്നു. ആ കഥ അച്ചടിച്ച് വന്നതിന് ശേഷം എൻ്റെ ഫോണിന് എന്താ പറയുക, വിശ്രമമുണ്ടായില്ല. നിരന്തരം വിളികളായിരുന്നു. അത് മലയാളത്തിലെ പ്രശസ്തരായ എഴുത്തുകാരും വളരെ പ്രധാനപ്പെട്ട ആളുകളാണ് എന്നെ ഫോണിൽ സംസാരിച്ചു കൊണ്ടിരുന്നത്. വളരെ പ്രധാനപ്പെട്ട എല്ലാവരുടെയും പേര് ഞാൻ പറയുന്നില്ല. നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. ഒരു കഥ എങ്ങനെയാണ് മനുഷ്യരോട് ജീവിതത്തെക്കുറിച്ച് സംസാരിക്കുന്നത് എന്ന് എനിക്ക് ഒരു അതുവരെ ഒരു കഥയും അങ്ങനെ എന്നെ ഇങ്ങനെ ആളുകൾ അന്വേഷിച്ചിട്ടില്ല. ചില കൂട്ടുകാരൊക്കെ പറയും കൊള്ളാം, തരക്കേടില്ല എന്ന് പറയും. പക്ഷേ യാത്രി നിവാസ് വായിച്ചിട്ട് എന്നെ വിളിച്ചത് ഒരുപാട് ആളുകൾ ഒരുപാട് ആളുകൾ എന്നെ കട്ടമന ആളുകൾ, അത് പറയാൻ പറ്റില്ല. എന്താണ് ഈ കഥയ്ക്ക് സംഭവിച്ചത് എന്ന് ഞാൻ ആലോചിച്ച് നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം, അതിൽ മനുഷ്യരുണ്ടായിരുന്നു എന്നുള്ളതാണ്. എൻ്റെ ചില സുഹൃത്തുക്കളൊക്കെ പറയും, എടാ നിന്റെ കഥ വായിച്ച് ശരിക്കും മനസ്സിലാവും. അത്ര മനസ്സിലാവണ്ട, കുറച്ച് നിഗൂഢതയൊക്കെ വേണം, എന്നാലാണ് ആളുകൾക്കൊരു ഇത് തോന്നുള്ളൂ എന്ന് പറയും. പക്ഷെ സത്യത്തിൽ ഞാൻ അങ്ങനെ കഥ എഴുതാറില്ല. എൻ്റെ മനസ്സിന് ശരി എന്ന് തോന്നുന്നു അല്ലാത്ത ഒരു കാര്യവും ഞാൻ ചെയ്യാറില്ല. കഥ
ഞാൻ കഥ എഴുതാന്ന് പറഞ്ഞാൽ എൻ്റെ കഥ എൻ്റെ മനസ്സാണ്. അതിൽ ഞാനുണ്ട് അത് എഴുതുമ്പോൾ. അത് എല്ലാ കാലത്തേക്കും വേണ്ടി എഴുതുന്ന ഈ ചില മരുന്നൊക്കെ നമ്മൾ സൂക്ഷിച്ചു വെക്കില്ലേ, അതുപോലെയാണ്. എല്ലാ കാലത്തേക്കും വേണ്ടി സൂക്ഷിച്ചു വെക്കുന്ന ഔഷധം പോലെയാണ് ഞാൻ കഥ എഴുതുന്നത്. അപ്പോൾ ആ ഒരു ഔഷധ കൂട്ട് വായനക്കാരന് കിട്ടുന്നുണ്ട്. ഈ കഥയിൽ അത് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നണം. അതുകൊണ്ട് ധാരാളം ആളുകൾ എന്നെ വിളിക്കുകയും അന്വേഷിക്കുകയൊക്കെ ചെയ്തിരുന്നു. ആ കഥ വന്നതിന് ശേഷം എല്ലാ പത്രാധിപന്മാരും എന്നോട് കഥ ആവശ്യപ്പെട്ടു. കഥ വേണോ, ഇത് വേണോ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നിരന്തരം കഥ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ കുറേയേറെ ഇൻ്റർവ്യൂസ്, എൻ്റെ കുറേ ഇൻ്റർവ്യൂ ആളുകൾ എടുത്തു. നിങ്ങൾ എന്താണ് ഈ കഥയെക്കുറിച്ച് നിങ്ങൾക്ക് സംസാരിക്കാനുള്ളത് എന്ന് പറഞ്ഞുകൊണ്ട് ചോദിച്ചിരുന്നു. ആ കഥയിലൊരു പരാമർശമുണ്ട്. അതായത് ഒരു പക്ഷേ നഗരസഭയുടെ ഓഫീസിൽ അത് ചിലപ്പോൾ ആരെങ്കിലും അറിയിച്ചിട്ടുണ്ടാവും. ഈ വേങ്ങൂർ ഭാഗത്ത് നിന്ന് ഒരു വൃദ്ധ ഇങ്ങനെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയിട്ട് എവിടേക്കോ കറങ്ങിത്തിരിഞ്ഞ് യാത്രീ നിവാസിൽ വന്നിട്ട് അവരെ വീണ്ടും പോലീസുകാർ എവിടെയോ വൃദ്ധസ്ഥാനത്തിലോ മറ്റോ കൊണ്ടുവന്നാക്കിയൊരു ഒരു അറിയിപ്പായിരുന്നു, ഒരു വാർത്തയായിരുന്നു അത്. അപ്പോൾ ഈ വൃദ്ധ പോലീസ് സ്റ്റേഷനിൽ ചെല്ലുമ്പോൾ പോലീസുകാരൻ ആദ്യം ഇവർ പരാതി കൊടുക്കാൻ പോകുന്നത് ഇവരെ മകനെ കാണാതെയായി എന്ന് പറഞ്ഞിട്ടാണ്. രണ്ടാമത് പോലീസ് സ്റ്റേഷനിൽ കാണുന്നത് ഇവരുടെ ഭർത്താവിനെ കാണാതെയായി എന്ന് പറഞ്ഞുകൊണ്ടാണ്. മൂന്നാമത് ഇവർ കാണാതെയായി എന്ന് പറയുമ്പോൾ ഈ വലിയ മഴയും ഇടിയും വന്നിട്ട് ഈ പുഴവക്കത്തിരുന്ന ഇവരുടെ വീട് ഒലിച്ചുപോയി. ഞാൻ പണി കഴിഞ്ഞ് വന്നപ്പോൾ എൻ്റെ വീട് കാണാനില്ല എന്ന് പറഞ്ഞിട്ടാണ് പോലീസ് സ്റ്റേഷനിൽ മൂന്നാമത്തെ പ്രാവശ്യം ചെല്ലുന്നത്. അപ്പോൾ പോലീസുകാർ ചോദിക്കും, ആദ്യം നിങ്ങൾ പറഞ്ഞു ഭർത്താവിനെ കാണാനില്ല എന്ന്, പിന്നെ ഇപ്പോൾ പറയുന്നു മകനെ കാണാനില്ല എന്ന്, ഇപ്പോൾ നിങ്ങൾ വന്ന് പറയുന്നു നിങ്ങളുടെ വീട് കാണാനില്ല എന്ന്. പോലീസുകാരൻ വളരെ തമാശയോടെ ചോദിക്കുകയാണ്, ഇനി എപ്പോഴാണ് നിങ്ങളെ കാണാതാവുക എന്ന് ചോദിക്കുക. എത്ര ക്രൂരമാണ് ആ ചോദ്യം. വളരെ ഫലിതം എന്ന് തോന്നിയാലും എത്ര ക്രൂരമാണ് ആ ചോദ്യം. ശരിയല്ലേ? എന്നിട്ട് ആ പോലീസുകാരൻ്റെ മേലുദ്യോഗസ്ഥനായ പോലീസുകാരൻ പറയുന്ന ഒരു ഡയലോഗുണ്ട്. നിങ്ങളുടെ പരാതി ഞാൻ പരിഗണിച്ചിട്ടുണ്ട്, ഈ മഞ്ഞ് കൊള്ളാതെ തലയിൽ കെട്ടാൻ ഒരു തോർത്ത് വാങ്ങേണ്ട താമസമേ ഉള്ളൂ, ഞാൻ ദാ അന്വേഷിക്കാൻ ഇറങ്ങായി, നിങ്ങളുടെ ഭർത്താവിനെയും മക്കളെയും വീടും ഒക്കെ അന്വേഷിക്കാൻ ഞാൻ ദാ ഇറങ്ങായി, ഒരു തോർത്ത് മേടിക്കേണ്ട താമസമുള്ളൂ എന്ന് ഈ പോലീസുകാരൻ പറയാണ്. അത് പറഞ്ഞത് ആ പോലീസുകാരനല്ല, മറിച്ച് അടിയന്തരാവസ്ഥ കാലത്ത് രാജൻ കൊല്ലപ്പെട്ടപ്പോൾ തൻ്റെ മകനെ കാണാനില്ല എന്ന പരാതിയുമായി തൻ്റെ മുന്നിൽ വന്ന ടി വി ഈശ്വരവാര്യരോട്, രാജന്റെ അച്ഛൻ ടി വി ഈശ്വരവാര്യരോട് അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന സി അച്യുതമേനോൻ പറഞ്ഞ മറുപടിയാണത്. നിങ്ങളുടെ മകനെ കാണാനില്ലെങ്കിൽ ഞാനെന്ത് ചെയ്യണം? ഞാനെന്താ ഒരു തോർത്തും തോളത്തിട്ട് നിങ്ങളുടെ മകനെ അന്വേഷിച്ച് കേരളം മുഴുവൻ നരങ്ങണോ? അന്നത്തെ മന്ത്രിയായിരുന്ന സി അച്യുതമേനോൻ ചോദിച്ച ചോദ്യമാണ്. ആ ചോദ്യം ഈ കഥയിലുണ്ട്. ഞാനൊരു തോർത്തും വാങ്ങി നിങ്ങളുടെ മകനെയും ഭർത്താവിനെയും വീടിനെയും അന്വേഷിച്ച് നടക്കണോ എന്ന് പോലീസുകാരൻ ചോദിക്കുകയാണ്. പോലീസുകാരനല്ല ചോദിക്കുന്നത്, അധികാരത്തിലിരിക്കുന്ന ആളാണ് ചോദിക്കുന്നത്. അങ്ങനെ ചോദിക്കാൻ പാടില്ല. അവിടെ ഒരു നീതി നിഷേധം നടക്കുന്നുണ്ട്. അധികാരത്തിലിരിക്കുന്നവർ കാണിക്കുന്ന നീതിയല്ല, മറിച്ച് ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യനോട് കാണിക്കേണ്ട നീതിയെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. നീതി നിഷേധം സഹിക്കാൻ പറ്റില്ല. ആ നീതി നിഷേധത്തെ പെരുമ്പാവൂർ യാത്രീ നിവാസ് ചോദ്യം ചെയ്യുന്നുണ്ട്. ഇത്തിരി ദീർഘിച്ച് സംസാരിച്ചോ? നന്ദി പറയേണ്ട കാര്യമുള്ളൂ. ഇതിൽ 9 കഥകളാണുള്ളത്. ഇത് പെരുമ്പാവൂർ യാത്രീ നിവാസിന്റെ കഥയാണ്. രണ്ടാമത്തെ കഥ 5 വരിയുള്ളൊരു കഥയാണ്. 5 വരിയേ ഉള്ളൂ, പക്ഷെ 5 പേജ് ഉണ്ട്. 5 വരിയുള്ള കഥയാണ്, പക്ഷെ ആ കഥ 5 പേജ് ഉണ്ട്. അതായത് ഒരു വരി എഴുതി വന്നപ്പോൾ അത് ഒരു പേജ് 1.5 പേജോളമായി. അങ്ങനെ 5 വരിയിൽ ഒരു കഥ ആണ് രണ്ടാമത്തെ കഥ. മൂന്നാമത്തെ കഥ സ്ലീപ്പിംഗ് സിംഫണി എന്നാണ്. നമ്മുടെ നാട്ടിൽ ഇപ്പോൾ അന്യം നിന്നു പോകുന്ന ഒരു കലയാണ് ബ്ലാവേലി വായന. ആ ബ്ലാവേലി വായനയുമായി ബന്ധപ്പെട്ട് കുടിയേറ്റം, അഭയാർത്ഥി പ്രശ്നം, നമ്മുടെ നഗരത്തിൽ വർദ്ധിച്ചു വരുന്ന അതിഥി തൊഴിലാളികളുടെ വ്യാപനം, ബാഹുല്യം, ഇതിനെയെല്ലാം മറ്റൊരു തരത്തിൽ ചോദ്യം ചെയ്യുന്ന, അതെന്തുകൊണ്ട് സംഭവിക്കുന്നു എന്ന് വിശകലനം ചെയ്യുന്ന ഒരു കഥയാണ് സ്ലീപ്പിംഗ് സിംഫണി. മറ്റൊന്ന് രവിത ടീച്ചർ പറഞ്ഞതുപോലെ അപരൻ എന്നാണ്. എന്നെപ്പോലെ തന്നെ ഇരിക്കുന്ന വേറൊരാളുണ്ടായിരുന്നു. പെരുമ്പാവൂർ വരുമായിരുന്നു. ഞങ്ങൾ ഭയങ്കര കൂട്ടുമായിരുന്നു. ഞാൻ പിന്നെ എന്നെപ്പോലെ തന്നെ ഇരിക്കുന്നു എന്ന് വേറൊരു സുഹൃത്ത് പറഞ്ഞിട്ട് ഞാൻ അദ്ദേഹത്തെ പോയി കണ്ടതാണ്. അദ്ദേഹത്തിൻ്റെ വീട് ഈ നമ്മുടെ മറ്റേ വെങ്ങോല കഴിഞ്ഞിട്ട് കാവുങ്ങപ്പറമ്പ് എന്ന് പറയുന്ന സ്ഥലമുണ്ടല്ലോ, വെങ്ങോല വഴി കിഴക്കമ്പലം കഴിഞ്ഞിട്ട് കാവുങ്ങപ്പറമ്പ്, അവിടെയായിരുന്നു. കാവുങ്ങപ്പറമ്പിൽ എന്നെപ്പോലെ തന്നെ കറുത്ത് മെലിഞ്ഞ് പൊക്കം കുറഞ്ഞ ഒരാളുണ്ടായിരുന്നു. അപ്പോൾ ഇയാളെ ഞാൻ എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞു, നിന്നെപ്പോലെ തന്നെ ഇരിക്കുന്ന ഒരാളുണ്ടാ എന്ന് പറഞ്ഞ് ഞാൻ ഇയാളെ കാണാൻ പോയി. അയാളെ ചെന്ന് കണ്ടപ്പോൾ അയാളുടെ പേര് മനോജ് എന്നില്ല.
അക്കാലത്ത് കുറേ മനോജുമാരുണ്ടായിരുന്നല്ലോ. അയാളുടെ പേര് മനോജ് എന്ന് തന്നെയാണ്. പിന്നെ അതുമായി ബന്ധപ്പെട്ടൊരു കഥയാണ് അപരൻ എന്നുള്ള കഥ. മറ്റൊന്ന് അങ്ങനെ കുറേ കഥകളുണ്ട്, കുറച്ചധികം കഥകളുണ്ട്. 9 കഥകളുണ്ട്. അതിൽ 8ാമത്തെ കഥ 3 ഖണ്ഡങ്ങളായിട്ടാണ് എഴുതിയിരിക്കുന്നത്. അങ്ങനെ കുറച്ച് കഥകളും എൻ്റെ ചില പൊട്ടത്തരങ്ങളും അങ്ങനെ കുറച്ച് സംഭവങ്ങളും നമ്മൾ ലിറ്ററേച്ചറിൽ ഇടപെടാൻ തീരുമാനിച്ചു. ഇപ്പം ഞാൻ വന്നപ്പോൾ ബിജുവാരോട് പറഞ്ഞ മാതിരി നീ ഒരു ചുപ്പൊക്കെ ഇട്ട് ഭയങ്കര സാഹിത്യകാരനായി ഒന്നേക്കാണുള്ളത്. നമ്മൾ സാഹിത്യത്തിലങ്ങ് ഇടപെട്ടേക്കാം എന്ന് തീരുമാനിച്ചു. ലിറ്ററേച്ചറിലങ്ങ് ഇടപെട്ടേക്കാം എന്ന് തീരുമാനിച്ചു. പണ്ട് ചില ഇടപെടലുകൾ വളരെ നിർണായകമാണ് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ചിലപ്പോൾ നമ്മളൊന്ന് ഇടപെടേണ്ടി വരും. പണ്ട് തൃശ്ശൂർ യോഗക്ഷേമ സഭയുടെ കുറേ വർഷം മുമ്പത്തെ കാര്യമുണ്ടോ പറഞ്ഞത്, യോഗക്ഷേമ സഭയുടെ ഒരു മീറ്റിംഗ് നടക്കുകയാണ്. ഇന്ന് VT ഭട്ടതിരിപ്പാടുണ്ട്. അദ്ദേഹത്തെ പോലെ പ്രമുഖരായ യോഗക്ഷേമ സഭയുടെ വളരെ പ്രമാണികളായ ഒരുപാട് ആളുകൾ പങ്കെടുക്കുന്ന മീറ്റിംഗാണ്. അപ്പോൾ ഈ നമ്പൂരി സമുദായത്തിൻ്റെ ഉദ്ധാനമാണ് അവരുടെ അജണ്ട. അവർക്ക് അവർ വളരെ ഇതായിട്ടാണല്ലോ ജീവിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അതിനെ എങ്ങനെ നന്നായി നമ്പൂരി സമുദായത്തെ എങ്ങനെ നല്ല ഒരു ജീവിത ശൈലിയിലേക്ക് കൊണ്ടുവരാം എന്നുള്ള ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ആ കൂട്ടത്തിൽ നിന്ന് അക്കാലത്ത് പേരുകേട്ട പൊതുപ്രവർത്തകയായ പാർവതി നെന്മേനിമംഗലം എന്നൊരു സ്ത്രീ ഉണ്ടായിരുന്നു, യുവതിയായിരുന്നു. അവർ ഈ സദസ്സിൽ നിന്ന് ഇങ്ങനെ എഴുന്നേറ്റ് നിന്നിട്ട് ചോദിച്ചു, നിങ്ങളൊക്കെ വലിയ നമ്പൂരിമാരാണല്ലോ, നിങ്ങളൊക്കെ വലിയ പ്രമാണിമാരാണല്ലോ, നിങ്ങളൊക്കെ വലിയ എഴുത്തുകാരും പൊതുപ്രവർത്തകരുമാണല്ലോ, നിങ്ങൾ വിചാരിച്ചാൽ എന്തും നടക്കുമല്ലോ. എന്നിട്ടും ഈ നമ്പൂരിത്ത ഇല്ലങ്ങളിലെ ഈ 4 കെട്ടുകളിലെ പെൺകുട്ടികൾ 16, 17, 18 വയസ്സുള്ള വിധവകളായ പെൺകുട്ടികൾ, അവർക്കൊരു ജീവിതം ഉണ്ടാക്കി കൊടുക്കാൻ നിങ്ങൾക്ക് പറ്റുമോ എന്ന് പാർവതി നെന്മേനിമംഗലം ചോദിച്ചു. കാരണം അന്ന് നമ്പൂരി സമുദായത്തിലെ വിധവാ വിവാഹം നിരോധിച്ചിരുന്നു. വിധവകളായ പെൺകുട്ടികൾക്ക് വിവാഹം നിഷേധിച്ചിരുന്നു, പുനർവിവാഹം നിഷേധിച്ചിരുന്നു. അതായത് 14, 15, 16, 17 വയസ്സുള്ള പെൺകുട്ടികളെ കല്യാണം കഴിക്കുന്നത് 70, 80 വയസ്സുള്ള വൃദ്ധ ബ്രാഹ്മണരാണ്. പെൺകുട്ടികൾ കുറച്ച് യൗവന ഇതിലേക്ക് വരുമ്പോഴേക്കും ഇവർ മരിച്ചു. പിന്നെ നമ്പൂരി സമുദായത്തിൽ വിധവാ വിവാഹം ഇല്ല, ഇവർ മരിച്ചു. പിന്നെ ജീവിതകാലം മുഴുവൻ ഇവർ വിധവകളായി ജീവിക്കണം. എന്തൊരു കഷ്ടമാണ്, അവർക്കൊരു ജീവിതമില്ല. അതിനെയാണ് പാർവതി നെന്മേനിമംഗലം ചോദ്യം ചെയ്തത്. അവർ ചോദിച്ചു, നിങ്ങളൊക്കെ വലിയ മിടുക്കന്മാരാണല്ലോ, ഈ പാവപ്പെട്ട പെൺകുട്ടികൾക്ക് ഒരു ജീവിതം കൊടുക്കാൻ, അത്തരത്തിലുള്ളൊരു നിയമ സംവിധാനം ഉണ്ടാക്കാൻ നിങ്ങൾക്ക് പറ്റുമോ എന്ന് ചോദിച്ചു. ഒരു നിമിഷം ഈ വേദിയിലും സദസ്സിലും ഉണ്ടായിരുന്ന പ്രമുഖരൊക്കെ ഒരു നിമിഷം വല്ലാതെയായിപ്പോയി. സദസ്സൊന്നും നിശ്ചലമായിപ്പോയി. ആ സദസ്സിൽ അങ്ങനെ ഒരു ചോദ്യം ഉയരേണ്ട ഒരു കാര്യവുമില്ല. പക്ഷേ സദസ്സിന്റെ ഏറ്റവും പിന്നിൽ നിന്ന് കറുത്ത് ഇരുനിറത്തിൽ പൊക്കം കുറഞ്ഞ മെലിഞ്ഞ ഒരു ചെറുപ്പക്കാരൻ എഴുന്നേറ്റ് എന്ന് പറഞ്ഞു, ഞാൻ തയ്യാറാണ്, വിധവയായ ഒരു പെൺകുട്ടിക്ക് ജീവിതം കൊടുക്കാൻ ഞാൻ തയ്യാറാണ്. ആ ചെറുപ്പക്കാരൻ അത് പറയുക മാത്രമല്ല, കുറച്ചു മാസങ്ങൾ കഴിഞ്ഞപ്പോൾ തനിക്കിണങ്ങുന്ന വിധവയായ നമ്പൂരി സമുദായത്തിലുള്ള ഒരു പെൺകുട്ടിയെ കണ്ടെത്തുകയും അവളെ പാണിഗ്രഹണം ചെയ്യുകയും ചെയ്തു, വിവാഹം കഴിക്കുകയും ചെയ്തു. ആ മനുഷ്യന്റെ പേരാണ് MR രാമൻ ഭട്ടതിരിപ്പാട്. MRB എന്ന് പറയും. അദ്ദേഹം വിവാഹം കഴിച്ചത് ഉമാ അന്തർജനത്തെയാണ്. ആ വിവാഹത്തിന് ശേഷം അദ്ദേഹത്തിന് സ്വസമുദായത്തിൽ നിന്നും സമൂഹത്തിൽ നിന്നും നാട്ടിൽ നിന്നും ബന്ധുജനങ്ങളിൽ നിന്നും ഭ്രഷ്ട് നേരിടേണ്ടി വന്നു. വീട്ടിൽ നിന്ന് പുറത്തായി. സുഹൃത്തുക്കളുടെ സഹായത്തോടെ ചെറിയ ഷീറ്റ് വെച്ച് കെട്ടിയൊക്കെയാണ് അദ്ദേഹം പിന്നീട് കുറെ കാലം ജീവിച്ചത്. പിന്നീട് കേരളീയ സമൂഹം മാറി നവോത്ഥാനത്തിലേക്ക് നടന്നു കയറി അദ്ദേഹവും നല്ല വീടൊക്കെ വെച്ച് നന്നായി താമസിക്കാൻ തുടങ്ങി. പക്ഷെ അതൊരു മാറ്റമായിരുന്നു. സമൂഹം മുന്നോട്ട് ചലിക്കാനുള്ള ഒരു ആഹ്വാനമായിരുന്നു. ഞാൻ തയ്യാറാണ് എന്ന് പറഞ്ഞുള്ള സദസ്സിന്റെ പിന്നറ്റത്ത് നിന്ന് MRB കൈപൊക്കിയപ്പോൾ കേരളം മൊത്തം ഒരടി മുന്നോട്ട് ചലിച്ചു. പിന്നെ അത് 100 അടിയായി. കേരളം കുറേ മുന്നോട്ട് പോയി. നമ്മൾ ചില കാര്യങ്ങളിൽ ഇടപെടേണ്ടി വരും. ചില കാര്യങ്ങളിൽ നമ്മൾ കുറച്ച് ധീരമായ തീരുമാനങ്ങൾ എടുക്കേണ്ടി വരും. ചിലപ്പോൾ നമ്മളൊന്ന് ഒരടി മുന്നോക്കം പോകേണ്ടി വരും. ചിലപ്പോൾ ധിക്കരിക്കേണ്ടി വരും. ചിലരെ എതിർത്ത് പറയേണ്ടി വരും. എൻ്റെ എതിർപ്പാണ് എൻ്റെ കഥയെഴുത്ത്. നിർത്തട്ടെ. നന്ദി. പുസ്തക ചർച്ചയ്ക്ക്, അക്ഷരപ്പെരുമയ്ക്ക്, പുരസ്കാരത്തിന് ഇത്ര നേരവും എന്നെ കേട്ടിരുന്ന എൻ്റെ പ്രിയപ്പെട്ടവർക്ക് എല്ലാവർക്കും നന്ദി. പ്രത്യേകിച്ച് ബിജുവിന് എല്ലാവർക്കും നന്ദി. നമസ്കാരം.
നമ്മൾ കാണാറ് ഒരു ദിവസം ഒരു വാക്കിന് ഒരു വരി 2 വാക്ക് അങ്ങനെയാണ് എഴുതിക്കൊണ്ടിരുന്നത്. പറയാമല്ലോ. വളരെ വളരെ പ്രശസ്തനായ ഫ്രാൻസിൽ നിന്നുള്ള ഒരു എഴുത്തുകാരാണ് മറ്റേ ഗുസ്താവ് ഫ്ലോബേർ. ഫ്ലോബേറിൻ്റെ രചനാരീതിയെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാവും. അദ്ദേഹം ഒരു ദിവസം ഒരു വാക്ക് എഴുതും. ഒരു വാക്കിന് വേണ്ടിയിട്ട് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടേയിരിക്കുക. ചില ദിവസം 2 വാക്ക് 3 വാക്ക് 3 വരി അങ്ങനെയൊക്കെയാണ് ഫ്ലോബേർ എഴുതിക്കൊണ്ടിരുന്നത്. ഞാനത് നോക്കി എഴുതിയെന്നല്ല കേട്ടോ. അങ്ങനെയാണ് ലിറ്ററേച്ചർ സംഭവിക്കുന്നത് എന്നുള്ളതാണ്. അതായത് ഒരു ദിവസം പെട്ടെന്ന് ഇന്നൊരു കഥ കാച്ചിക്കളയാം എന്ന് വിചാരിച്ചിട്ട് ഒരു കഥയും ഉണ്ടാകുന്നില്ല. പതുക്കെ 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 വളരെ സാവധാനം നമ്മളൊരു കഥയുടെ തുടക്കത്തിലേക്ക് ഇങ്ങനെ പതുക്കെ കയറി നിൽക്കുകയാണ്. പതുക്കെ അവിടെ നിന്നോടൊന്ന് ആലോചിക്കും, ഈ കഥ മുന്നോട്ട് പോകണോ വേണ്ടയോ എന്ന്. പിന്നെയും പുറകോട്ട് പോകും. അങ്ങനെ പുറകോട്ട് പോയും മുന്നോട്ട് പോയും വെലിഞ്ഞും ഏന്തിയും നടന്നുമൊക്കെയാണ് ചിലപ്പോൾ ഓടിയും കഥയുടെ അവസാനത്തിലേക്ക് എത്തും. യെസ്. അല്ല, കഥ നടക്കുന്ന ഈ കാലത്താണ്. ബാക്കിയെല്ലാം അയാളുടെ ഓർമ്മകളാണ്. പഴയ കാലമെല്ലാം അയാൾ ഓർക്കുന്നതാണ്. ബസ് സ്റ്റാൻഡിൽ നിന്നുകൊണ്ട് അയാൾ ഓർക്കുകയാണ്. 2023 പെരുമ്പാവൂർ യാത്രീ നിവാസിൽ നിന്നുകൊണ്ട് പോയ കാലം അയാൾ ഓർക്കുന്നതാണ്. ഞാൻ ഒരു ചോദ്യം കൂടി ചോദിച്ചിട്ട് നിർത്തിക്കോളാം. പ്ലീസ്. ഒരു കഥാകൃത്തിന് കരയാൻ സാധിക്കുമോ? അത് വലിയൊരു ചോദ്യമാണ്. ഒരു കഥാകൃത്തിന് മനസ്സുരുകി കരയാൻ സാധിക്കുമോ? ഞാൻ കരയുന്നുണ്ട്. ഞാൻ സംസാരിച്ച് അവസാനിപ്പിച്ചത് എൻ്റെ എതിർപ്പാണ് കഥ എന്നാണ്. അങ്ങനെ എതിർപ്പ് പ്രകടിപ്പിക്കുമ്പോഴും സാമൂഹികമായ ബന്ധനങ്ങളുള്ളതുകൊണ്ട് ഞാൻ വളരെ നിസ്സഹായനാണ്. ഇതിനെയൊന്നും എതിർക്കാൻ എനിക്കാവതില്ല. ഞാൻ എല്ലാവരെയും പോലെ ഒരു സാധാരണക്കാരനാണ്. എഴുത്തുകാരൻ, കഥ എഴുതിയ ആൾ എന്നതുകൊണ്ട് ഞാനൊരു വിശിഷ്ട വ്യക്തി ആവുന്നില്ല. ഞാൻ വളരെ സാധാരണക്കാരനായ വളരെ നോർമൽ ജീവിതം ജീവിക്കുന്ന ഒരാളാണ്. ഞാൻ വളരെ നിസ്സഹായനായതുകൊണ്ട് തന്നെ ഓരോ വാക്ക് പിറക്കി വെക്കുമ്പോഴും ഞാൻ ഉള്ളാലെ കരയുന്നുണ്ട്, ആർത്ത് കരയുന്നുണ്ട്. എൻ്റെ കരച്ചിൽ കൂടിയാണ്, എതിർപ്പ് പോലെ തന്നെയാണ് എൻ്റെ കഥകൾ. ഐ തിങ്ക് ഇസ് ക്ലിയർ. ഞാനിപ്പോൾ ആങ്കർ പറഞ്ഞ മാതിരി ഇവിടെ ഏറ്റവും കൂടുതൽ ഇപ്പോൾ അന്യസംസ്ഥാന തൊഴിലാളികളാണല്ലോ. അപ്പോൾ അവരെക്കുറിച്ച് ഒരു കഥ എഴുതണം എന്നും കൂടി പറയുകയാണ്. അത് കഥാകൃത്ത് എഴുതണം എന്ന് ആവശ്യപ്പെടുകയാണ്. ഓക്കെ, കഥ വരുന്നുണ്ട്. ഇന്ന് നമുക്ക് കിട്ടിയത് ഒത്തിരി ചോദ്യങ്ങളുണ്ടായിരുന്നു ഈ കഥ വായിച്ച് അവസാനിപ്പിക്കുമ്പോൾ. ഒടുവിൽ പറഞ്ഞ ഒരു സതീഷാണെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ ആ കഥ വായിച്ച് അവസാനിപ്പിക്കുമ്പോൾ എൻ്റെ ഉള്ളിൽ ഒരു ചോദ്യം ഇങ്ങനെ, അതായത് ആ വായിച്ച് അവസാനിപ്പിച്ച് ആ മംഗളം മാസം ഇങ്ങനെ അവസാനിപ്പിച്ച് അടയ്ക്കുമ്പോൾ, ഈ കഥ വായിച്ച് അവസാനിപ്പിച്ച് അടയ്ക്കുമ്പോൾ കണ്ണിങ്ങനെ ചെറുതായിട്ട് നനയുന്നുണ്ട്. ഞാൻ ഈ കണ്ണട ഇങ്ങനെ മാറ്റിയിട്ട് ഈ കണ്ണ് തുടച്ചിട്ട് ഉള്ളിൽ പറയുന്ന ഒരു വാചകമുണ്ട്, എന്താണോ പകയാ ഈ അവസാനം എന്താ കാണിച്ചു വെച്ചിരിക്കുന്നതെന്ന്. അതിനുള്ള ഉത്തരമാണ് എനിക്ക് ഇന്നിപ്പോൾ ഇവിടെ കിട്ടിയത്. അയാളുടെ ഉള്ളിൽ കിട്ടിയ അത്ര തീക്ഷ്ണമായ ഒരു വിഷമത്തിൽ നിന്നാണ് ആ കഥാപാത്രം ഉൾത്തിരിഞ്ഞത്. ഇത് ചോദിക്കണമെന്ന് പലവട്ടം ചോദിക്കണമെന്നുണ്ടായിരുന്നു ഉള്ളില്, പക്ഷെ ഇന്ന് അതിനുള്ളൊരു ഉത്തരം കിട്ടി. അതായത് ഒരു കൂട്ടുകാരന്റെ മകൾ നഷ്ടപ്പെട്ട് എത്ര വേദനാജനകമാണെന്നൊന്ന് ആലോചിച്ച് നോക്ക് ആ രംഗം. ഈ നമ്മുടെ അടുത്തുള്ള ഒരു സ്കൂളിന്റെ ഉമ്മറത്ത് ആ അച്ഛനിങ്ങനെ വന്നു നിന്നിട്ട് ഒരു പച്ചപ്പാവാടയും വെള്ള ഷർട്ടും ഇട്ട കുട്ടികൾ ഇങ്ങനെ നടന്നു പോകുമ്പോ അതില് പെട്ടെന്നൊരാൾ ഓടി വന്ന് അച്ഛാ എന്ന് വിളിക്കുമെന്ന് സ്വപ്നം കാണുന്ന ഒരു മനുഷ്യന്റെ തീക്ഷ്ണമായ വേദന. ആ വേദനയെ ഇത്രമാത്രം കുറച്ചു വരികളിൽ ഒതുക്കി ഒരു കഥാപാത്രത്തെ അതിലങ്ങോട്ട് സൃഷ്ടിച്ചിരിക്കുകയാണ്. അതിലെ പല കഥാപാത്രങ്ങളും എങ്ങനെയാണ്. ഒരു അമ്മയുടെ കാര്യം പറഞ്ഞു, ഒരു ദളിതായ ഒരു അമ്മയുടെ കാര്യം പറഞ്ഞു. ഞാൻ അപ്പോഴും വിചാരിച്ചു ഈ അമ്മയെ എന്തിനായിരിക്കാം ഈ കഥയിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നതെന്ന്. ഇവിടെ നടക്കുന്ന നീതിയുടെ നിഷേധത്തെ അതിശക്തമായി ഉള്ളിലൊരു ബോധം ആ മനുഷ്യന്റെ ഉള്ളിൽ ഊറി വന്നപ്പോൾ അതിനെ പ്രതിഷേധമായി കാണിക്കാനാണ് ആ ഒരു സ്ത്രീയെ കഥാപാത്രത്തിലേക്ക് കൊണ്ടുവന്നത്. അതേപോലെ തന്നെയാണ് അതിലെ ഓരോ കഥാപാത്രങ്ങളെയും ഇങ്ങനെ കൊണ്ടുവന്നത്. സത്യം പറയാലോ, ആ എഴുത്തിലുടനീളം ഇയാൾ അനുഭവിച്ച തീക്ഷ്ണമായ അനുഭവത്തിൻ്റെ വല്ലാത്ത ചൂടുണ്ട്. ഇനിയും ഇതുപോലെ അനുഭവത്തിൻ്റെ തീക്ഷ്ണമായ ചൂടിൽ നിന്ന് നമ്മുടെ സ്വന്തം നാട്ടിൻ്റെ അഭിമാനമായ ഒരുപിടി കഥകൾ ജനിക്കട്ടെ എന്നുകൂടി ഈ അവസരത്തിൽ പറയാൻ ഉപയോഗിക്കുകയാണ്. ഒരുപാട് നന്ദിയുണ്ട്.